4 ദശകങ്ങൾക്ക് മുമ്പ് തന്നെ ആ സംശുദ്ധിയുടെയും വിശ്വാസ്യതയുടെയും സത്യസന്ധതയുടെയും പാതയിലൂടെ സഞ്ചരിച്ചുകൊണ്ട് അസന്നിഗ്ധമായിട്ടുള്ള അഭിപ്രായങ്ങൾ പറഞ്ഞുകൊണ്ട് ഒരു സാമൂഹിക പരിവർത്തനത്തിന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചിട്ടുള്ള ഒരു വലിയ നേതാവായിരുന്നു ശ്രീ CH ഹരിദാസ്. അപ്പം അദ്ദേഹത്തെക്കുറിച്ച് ഇവിടെ പ്രതിപാദിച്ചു. ഈ സമ്മേളനത്തിലാണ് ഭരണഘടനാ മൂല്യങ്ങൾ ഹനിക്കപ്പെടുന്നു എന്നുള്ള വിഷയത്തെക്കുറിച്ച് ഞാൻ പ്രഭാഷണം നടത്തേണ്ടത്. ഇദ്ദേഹം പ്രവർത്തിച്ചത് മാനവികതയ്ക്ക് വേണ്ടിയിട്ടാണ്, സാഹോദര്യത്തിന് വേണ്ടിയിട്ടാണ്, സഹിഷ്ണുതയ്ക്ക് വേണ്ടിയിട്ടാണ് ശ്രീ H ഹരിദാസിന്റെ പ്രവർത്തനം. സ്നേഹമായിരുന്നു ഇദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ മുഖമുദ്ര. ഇന്ന് ഈ മാനവികതയും സാഹോദര്യവും സ്നേഹവും സഹിഷ്ണുതയും ഒക്കെ ഇല്ലായ്മ ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് തന്നെ. ഭരണഘടനയുടെ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള 3 ദർശനങ്ങളാണ് സമത്വം, സാഹോദര്യം, സ്വാതന്ത്ര്യം. 1757 ഫ്രഞ്ച് വിപ്ലവം നടക്കുന്ന സമയത്ത് ലോകപ്രശസ്ത താത്വിക ചിന്തകന്മാരായിട്ടുള്ള വോൾട്ടയർ, റൂസോ, മൊണ്ടെസ്ക്യൂ തുടങ്ങിയിട്ടുള്ള ചിന്തകന്മാർ ലോകത്തിന് സംഭാവന ചെയ്തിട്ടുള്ള അത്യുജ്വലമായ ദർശനമാണ് ഇക്വാലിറ്റി, ഫ്രറ്റേണിറ്റി, ലിബർട്ടി, സമത്വം, സാഹോദര്യം, സ്വാതന്ത്ര്യം. അത് ലോകത്തിനെ മുഴുവൻ ഒരു പുതിയ പന്ഥാവിലേക്ക് നയിച്ചു ആ ദർശനങ്ങൾ. സ്വാതന്ത്ര്യ സമരത്തിന് ഏതാണ്ട് ഒരു 200 കൊല്ലം മുമ്പെയാണ്, 1947 200 കൊല്ലം മുമ്പെയാണ് ഈ ദർശനങ്ങൾ അവതരിപ്പിക്കപ്പെടുന്നത്. 1949 നവംബർ മാസത്തിൽ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയിൽ വെച്ച് ഡോക്ടർ ബാബാ സാഹേബ് അംബേദ്കർ ഭരണഘടന അവതരിപ്പിച്ചുകൊണ്ട് സുപ്രസിദ്ധമായ ഒരു പ്രസംഗം നടത്തി. അതിന്റെ മുൻപ് തന്നെ ഏതാണ്ട് ഒരു സംക്ഷിപ്ത രൂപം 1948 നവംബർ മാസം 4-ാം തീയതി അദ്ദേഹം അവതരിപ്പിച്ചിരുന്നു. 49 നവംബർ 26-ാം തീയതി ഡോക്ടർ അംബേദ്കർ നടത്തിയ പ്രസംഗം വിശ്വപ്രസിദ്ധമായ പ്രസംഗമാണ്. എന്താണ് ഭരണഘടന, എന്താണ് ഭരണഘടനയുടെ പ്രധാനപ്പെട്ടിട്ടുള്ള ജീവശ്വാസം, അതിൻ്റെ ജൈവികത എന്നൊക്കെ സവിസ്തരം അംബേദ്കർ വിശദീകരിച്ചു. അദ്ദേഹം അത് വിശദീകരിക്കുമ്പോൾ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയിലെ ആ സദസ്സിലിരിക്കുന്നത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു, സർദാർ വല്ലഭായ് പട്ടേൽ, മൗലാന അബ്ദുൽ കലാം ആസാദ്, രാജഗോപാലാചാരി, ഡോക്ടർ സർവേപ്പള്ളി രാധാകൃഷ്ണൻ, ബാബു രാജേന്ദ്ര പ്രസാദ് തുടങ്ങിയിട്ടുള്ള ഹിമാലയത്തിനേക്കാൾ തലയെടുപ്പുള്ള അനിശ്ചിത നേതാക്കന്മാരെ സാക്ഷി നിർത്തിക്കൊണ്ടാണ് ഡോക്ടർ ബാബാ സാഹേബ് അംബേദ്കർ ഈ ഭരണഘടന അവതരിപ്പിക്കുന്നത്. അദ്ദേഹത്തിനോടൊപ്പം പ്രവർത്തിച്ച് ഭരണഘടന രൂപപ്പെടുത്തുന്നതിന് പ്രവർത്തിച്ചിട്ടുള്ള ഡോക്ടർ അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ, ഡോക്ടർ KM മുൻഷി തുടങ്ങിയവരൊക്കെ അവിടെ സാന്നിധ്യം അറിയിച്ചു. ആ ഭരണഘടനാ പ്രസംഗം അവസാനിപ്പിച്ചുകൊണ്ട് ഡോക്ടർ അംബേദ്കർ പറഞ്ഞു, ജവഹർലാൽ നെഹ്റുവിനോട് പ്രത്യേകിച്ചും പറഞ്ഞു, പ്രിയപ്പെട്ട ജവഹർലാൽ, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി എന്നുള്ളത് ശരിയാണ്. പക്ഷെ ഇന്ത്യയുടെ രാഷ്ട്രീയ സ്വാതന്ത്ര്യത്തിന് അർത്ഥപൂർണത കൈവരണമെങ്കിൽ ഇന്ത്യക്ക് സാമൂഹിക സ്വാതന്ത്ര്യവും വേണം, സാമ്പത്തിക സ്വാതന്ത്ര്യവും വേണം. രാഷ്ട്രീയ ജനാധിപത്യത്തിനോടൊപ്പം സാമൂഹിക ജനാധിപത്യവും സാമ്പത്തിക ജനാധിപത്യവും ഉണ്ടെങ്കിലേ ഒരു രാഷ്ട്രത്തിന് സ്വാതന്ത്ര്യമുണ്ട് എന്ന് പറയാൻ പറ്റുകയുള്ളൂ എന്ന് ഞാൻ അസംദിഗ്ധമായി പറയുന്നു. പൊളിറ്റിക്കൽ ഡെമോക്രസി മസ്റ്റ് ബി ഫോളോഡ് ബൈ ഇക്കണോമിക് ഡെമോക്രസി ആൻഡ് സോഷ്യൽ ഡെമോക്രസി. അത് ജവഹർലാൽ നെഹ്റു വളരെ ജാഗ്രതയോടുകൂടിയിട്ട് അതിനെ കാത്തുരക്ഷിക്കണം, അത് പ്രാവർത്തികമാക്കണമെന്ന് ഡോക്ടർ അംബേദ്കർ ചൂണ്ടിക്കാണിച്ചു. സ്വാതന്ത്ര്യം കിട്ടിയിട്ട് 76 വർഷം കഴിഞ്ഞിട്ടും ഇന്ത്യ രാജ്യത്ത് ഇപ്പോഴും സാമൂഹിക ജനാധിപത്യവും ഇല്ല, സാമ്പത്തിക ജനാധിപത്യവും ഇല്ല, സാമൂഹിക സാമ്പത്തിക സമത്വവുമില്ല. എത്രമാത്രം ദീർഘവീക്ഷണമുള്ള മഹാപണ്ഡിതനായിരുന്നു ബാബാ സാഹിബ് അംബേദ്കർ എന്ന് ഒന്ന് ചെറിയ അദ്ദേഹത്തിന്റെ ജീവിതത്തിലൂടെ കണ്ണോടിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും. അതാണ് സംഘപരിവാറിന്റെ പേടി ബാബാ സാഹിബ് അംബേദ്കറിനെ. അതുകൊണ്ട് ഇന്ത്യയുടെ ഇന്നത്തെ ആഭ്യന്തരമന്ത്രി അമിത്ഷാ പാർലമെന്റിൽ 1 മാസം പറഞ്ഞ് എവിടെയും എല്ലാവരും അംബേദ്കർ 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 എന്ന് പറയുന്നു. അംബേദ്കർ സംഘപരിവാറിന്റെ പേടി സ്വപ്നമാണ്. അംബേദ്കർ വർഗീയവാദികളുടെ പേടി സ്വപ്നമാണ്. അംബേദ്കർ ഈ രാജ്യത്തിന്റെ
മതാന്ധതയ്ക്കെതിരായിട്ടുള്ള പോരാട്ടത്തിൽ സജീവമായ നേതൃത്വം വഹിച്ചുകൊണ്ട് ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിനെതിരെ, ഭൂജന്മിത്വത്തിനെതിരെ, നാടുവാഴിത്തത്തിനെതിരെ പോരാടിയിട്ടുള്ള, നിലപാടുകളിൽ നിന്ന് ഒരു അണുപോലും വ്യതിചലിക്കാത്ത അതികാർക്കശ്യമുള്ള ഒരു നേതാവും മാത്രമല്ല മഹാപണ്ഡിതനുമാണ്. 32 ബിരുദങ്ങളും ബിരുദാനന്തര ബിരുദങ്ങളും നേടിയിട്ടുള്ള മഹാപണ്ഡിതൻ. ലണ്ടൻ സ്കൂൾ ഓഫ് ഇക്കണോമിക്സിൽ നിന്ന് ഡോക്ടർ ഓഫ് ഇക്കണോമിക്സ് PhD. ലോകത്തിലെ ഏറ്റവും വലിയ സർവകലാശാലയായ, അന്നും ഇന്നും 5 സർവകലാശാലകളിൽ ഒന്നായ കൊളംബിയ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഡോക്ടർ ഓഫ് പൊളിറ്റിക്കൽ സയൻസ്. ലണ്ടൻ സ്കൂൾ ഓഫ് ഇക്കണോമിക്സിൽ നിന്ന് മറ്റൊരു PhD, 3 PhD, ബാക്കി 32 ഡിഗ്രികളും ബിരുദാനന്തര ബിരുദങ്ങളും. ഡോക്ടർ ഓഫ് ലോ, ഗ്രെയിൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ലണ്ടനിൽ നിന്ന് ഡോക്ടർ ഓഫ് ലോ, ഉസ്മാനിയ യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ള ഡിഗ്രികൾ, ബോംബെ സെൽഫ് സ്റ്റീഫൻ കോളേജിൽ നിന്നുള്ള ഡിഗ്രികൾ. അങ്ങനെ 32 വിശ്വവിഖ്യാത ഡിഗ്രികളും ബിരുദാനന്തര ബിരുദങ്ങളുമുള്ള ലോക പ്രശസ്ത പണ്ഡിതനോട് കിടപിടിക്കാൻ തക്കവണ്ണമുള്ള പാണ്ഡിത്യം ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിലെ നേതാക്കന്മാർക്ക് ഇല്ലായിരുന്നു എന്നുള്ളത് നഗ്നമായിട്ടുള്ളൊരു സത്യമാണ്. അംബേദ്കറോട് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൽ മനസ്സ് തുറന്ന് സംവദിച്ചിട്ടുള്ള ഒരൊറ്റ ആളേ ഉള്ളൂ. അത് ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് മോഹൻദാസ് കരംചന്ദ് ഗാന്ധിയാണ്. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു പോലും അംബേദ്കറോട് സംവാദം നടത്തിയിട്ടില്ല. ഗാന്ധി അംബേദ്കർ സംവാദം ഇന്ത്യൻ ചരിത്രത്തിലെ ഏറ്റവും വളരെ പ്രാധാന്യമുള്ള സംവാദങ്ങളാണ്. നിരന്തരമായ ആശയ പോരാട്ടമാണ് അംബേദ്കറും ഗാന്ധിയും തമ്മിലുണ്ടായിരുന്നത്. ഗാന്ധിയെ ഏറ്റവും ബഹുമാനത്തോടു കൂടിയിട്ടാണ് അംബേദ്കർ ജീവിതം മുഴുവൻ പരിഗണിച്ചത്. എങ്കിലും ഒരു തരി പോലും ഗാന്ധിജിയുടെ ആശയങ്ങൾക്കെതിരായിട്ട് അഭിപ്രായം പറയേണ്ടി വന്നപ്പോൾ അംബേദ്കർ മടിച്ചിരുന്നില്ല. വീരാരാധനയ്ക്കെതിരായിരുന്നു ഡോക്ടർ അംബേദ്കർ. വ്യക്തിപ്രഭാവത്തിനെതിരായിരുന്നു ഡോക്ടർ അംബേദ്കർ. ഭരണഘടന എന്ന് പറയുന്നത് ജനങ്ങളെ സമത്വത്തോടുകൂടി കാണുന്ന ഒരു വലിയ വേദഗ്രന്ഥമാണ്. ഭരണഘടന അനുശാസിക്കുന്നത് സമത്വമാണ്, സാഹോദര്യമാണ്, സഹിഷ്ണുതയാണ്. ഞാൻ ഈ സാഹോദര്യം എന്നുള്ള വാക്കിത ഈ ഭരണഘടനയുടെ ആമുഖത്തിൽ എഴുതി വെക്കുന്നു. ഞാനിത് ഫ്രഞ്ച് വിപ്ലവത്തിൽ നിന്ന് കടമെടുത്തതല്ല. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ തീച്ചൂളയിൽ ജനകോടികൾ അനുഭവിച്ച മർദ്ദനത്തിന്റെയും യാതനയുടെയും ദുരിതത്തിന്റെയും പട്ടിണിയുടെയും ആ സാഹചര്യത്തിൽ നിന്ന് ഉയർന്നു വന്നിട്ടുള്ള മനോവികാരത്തിന്റെ തീഷ്ണതയിൽ നിന്നാണ് ഞാൻ ഈ 3 ദർശനങ്ങളെ ഈ ഭരണഘടനയുടെ ആമുഖത്തിൽ എഴുതി വെക്കുന്നത്. അതിൽ സാഹോദര്യം എന്നുള്ള വാക്കിന് ഇംഗ്ലീഷിൽ പറയുക ഫ്രറ്റേണിറ്റി എന്നുള്ളത്. ആ സാഹോദര്യത്തിന്റെ യഥാർത്ഥ വാക്ക് മൈത്രി എന്നുള്ളതാണ്. മൈത്രി എന്നുള്ള വാക്കിൽ നിന്നാണ് സാഹോദര്യം വരുന്നത്. ആ മൈത്രി എന്നുള്ള വാക്ക് എനിക്ക് പരിചയപ്പെടുത്തി തന്നത് എൻ്റെ ഗുരുനാഥനാണ്. എൻ്റെ ഗുരുനാഥൻ സാക്ഷാൽ ബുദ്ധദേവൻ. ഇതാണ് ഡോക്ടർ അംബേദ്കർ എഴുതി വെക്കുന്നത്. മൈത്രി എന്നുള്ള വാക്ക് ഇന്ത്യൻ ഭരണഘടനയിൽ എഴുതി വെക്കാൻ അംബേദ്കറിനെ പ്രേരിപ്പിച്ചത് ബുദ്ധ സൂക്തങ്ങളാണ്. ആ ബുദ്ധനെ നെഞ്ചോട് ചേർത്തിട്ടുള്ള ഒരാളായിരുന്നു മഹാത്മാഗാന്ധി. ഗാന്ധിജിയോട് ചോദിക്കും, ഗാന്ധിജിയുടെ അമ്മ ആരാണെന്ന് ചോദിക്കപ്പോൾ ഗാന്ധി പറയും പല ഘട്ടങ്ങളിലും, എൻ്റെ അമ്മയുടെ പേര് ഭഗവത്ഗീത, പിന്നെ അടുത്ത അമ്മയുടെ പേര് ബൈബിൾ, അടുത്ത അമ്മയുടെ പേര് ഖുർആൻ, 4ാമത്തെ അമ്മയുടെ പേര് ബുദ്ധ സൂക്തങ്ങൾ. ഇതാണ് എൻ്റെ അമ്മമാർ. അതിനെ ഒരു സാമ്യത പുലർത്തിക്കൊണ്ടാണ് അംബേദ്കർ ബുദ്ധസൂക്തങ്ങളെ മാത്രം ഗഹനമായി പഠിച്ചുകൊണ്ട് ഇന്ത്യയിൽ നിലനിൽക്കുന്ന ചാതുർവർണ്ണ സംസ്കൃതിയെ പരിപൂർണമായിട്ട് നഖശിഖാന്തം എതിർത്തിട്ടുള്ള ഇന്ത്യ കണ്ട മഹാമനീഷിയായിരുന്നു ബാബാ സാഹേബ് അംബേദ്കർ. ചാതുർവർണ്ണത്തിനെ എതിർത്തു അസന്നിഗ്ധമായി എന്നുള്ളത് കൊണ്ടാണ് അമിത്ഷാ അല്ലെങ്കിൽ RSS സംഘപരിവാർ അംബേദ്കർ ഇപ്പോഴും ഭയപ്പെടുന്നത്. സംഘപരിവാർ മാത്രമല്ല, മതമൗലികവാദികൾ മാത്രമല്ല, ഇന്ത്യയിലെ മുഖ്യധാര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കടക്കം അംബേദ്കറിനെ കഴിച്ചിട്ട് ഇറക്കാനും വയ്യ, മതിരിച്ചിട്ട് തുപ്പാനും വയ്യ. രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലേക്ക് ഒരു ചരിത്രം പരിശോധിച്ചാൽ മതി, കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ അടക്കം. പല ഘട്ടങ്ങളിലും അംബേദ്കറെ തള്ളിപ്പറയേണ്ടായി പലരും. ഇന്നും ഇന്ത്യയിൽ അംബേദ്കർ എന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും ധാരണ ദളിത് വിഭാഗത്തിന്റെ നായകനാണെന്ന്. അംബേദ്കർ ദളിത് വിഭാഗത്തിന്റെ നായകനാകേണ്ട ആളല്ല. അംബേദ്കർ ഇന്ത്യൻ ജനതയുടെ നേതാവാണ്.
ബ്രിട്ടീഷ് ചരിത്രം അംബേദ്കറെ ദളിത് നായകനാക്കി മാറ്റി. സ്വാതന്ത്ര്യത്തിന് ശേഷമുള്ള ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ അംബേദ്കർ കുറച്ച് മാറ്റപ്പെട്ടു നിന്നു. അത് ഗാന്ധിയും അംബേദ്കറും തമ്മിലുള്ള സംവാദത്തിന്റെ സൂക്ഷ്മതകളിലേക്ക് നമ്മൾ പരിശോധിക്കുമ്പോൾ അതിൽ നമുക്ക് കാണാൻ സാധിക്കും. അംബേദ്കർ എപ്പോഴും ഉന്നയിച്ചത് ഈ ചാതുർവർണ്ണ സംസ്കാരത്തിനെതിരായിട്ടുള്ള ഉജ്ജ്വലമായ പോരാട്ടമാണ്. ആ പോരാട്ടത്തിൽ നിന്നാണ് ഭരണഘടന സൃഷ്ടിക്കപ്പെടുന്നത്. അതിനെക്കുറിച്ചാണ് ഇന്ത്യയിലെ ഭരണഘടനാ ശില്പികൾ ദീർഘകാലം 3 കൊല്ലമാണ് ചർച്ച ചെയ്തത്. ഈ ഭരണഘടന എങ്ങനെ ഉണ്ടാക്കണം, അതിന്റെ ഓരോ വശങ്ങളും പോയിന്റുകളും ചർച്ച ചെയ്തിട്ടാണ് 2 കൊല്ലവും ഏതാണ്ട് 11 മാസവും എടുത്തിട്ടാണ് ഈ ഭരണഘടന രൂപീകരിക്കപ്പെടുന്നത്. അതിൽ ചാതുർവർണ്ണത്തിനെതിരെ, ബ്രാഹ്മണ മേധാവിത്വത്തിനെതിരെ, ജാതീയതയ്ക്കെതിരായിട്ടുള്ള ഉജ്ജ്വലമായ ദർശനങ്ങളാണ് അതിൽ മുഴുവൻ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അപ്പൊ സാമൂഹിക സമത്വവും സ്വാതന്ത്ര്യവും സാഹോദര്യവും എന്ന് ഭരണഘടനയുടെ ആമുഖത്തിൽ എഴുതി വെക്കപ്പെട്ടപ്പോൾ തന്നെ അതിന്റെ തുടക്കത്തിൽ അംബേദ്കർ എഴുതി, വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ, നമ്മൾ ഈ രാജ്യത്തിലെ ജനങ്ങൾ നമ്മൾക്ക് വേണ്ടി സമർപ്പിക്കുന്ന ഭരണഘടന. അതാണ് ഈ ഇന്ത്യൻ ഭരണഘടനയെ ലോകോത്തരമാക്കുന്നത്. അങ്ങനെ ഒരു വാചകം മറ്റൊരു ഭരണഘടനയുമില്ല. അതിനെക്കുറിച്ചടക്കം ദീർഘകാല ചർച്ച നടന്നു ആ കാലഘട്ടത്തിൽ. ചിലർ പറഞ്ഞു ദൈവം സൃഷ്ടിച്ച രാജ്യം, ചിലർ പറഞ്ഞു വേറൊരു രീതിയിൽ സൃഷ്ടിക്കപ്പെട്ട രാജ്യം. അപ്പൊ തർക്കമായി. നെഹ്റുവും HV കമ്മത്താണ് ദൈവത്തിന്റെ വ്യാമനേയം അതിൽ ഉൾപ്പെടുത്തണമെന്ന് പറഞ്ഞത്. നെഹ്റു എതിർത്തു. അങ്ങനെ ദീർഘ ഗഹനമായ ചർച്ചകൾ, സംവാദങ്ങൾ, സംഭാഷണങ്ങളിലൂടെയാണ് ഭരണഘടന രൂപീകരിക്കപ്പെടുന്നത്. അന്നത്തെ ദേശീയ പ്രസ്ഥാനം ആരോഗ്യകരമായ ചർച്ചകൾ നടത്തി. അന്നത്തെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഗഹനമായ ചർച്ചകൾ നടത്തി. അന്നത്തെ മിക്കവാറും മതേതര ജനാധിപത്യ പ്രസ്ഥാനങ്ങൾ രാഷ്ട്രത്തെ സംബന്ധിച്ചിട്ടുള്ള സാമൂഹിക, രാഷ്ട്രീയ, സാംസ്കാരിക, സാമ്പത്തിക കാര്യങ്ങളെക്കുറിച്ച് ഗഹനമായ ചർച്ചകൾ നടത്തിയിരുന്നു. ഇന്നത്തെ ഇന്ത്യയിലോ ഒരു ചർച്ചയില്ല. ഗഹനമായ ചർച്ച എവിടെയില്ല. ആർക്കും അതിന് താല്പര്യവുമില്ല. വൈകുന്നേരം 7:30 മണി മുതൽ 9 മണി വരെയുള്ള ചർച്ച കേട്ട് നോക്കൂ ഈ ദൃശ്യ മാധ്യമങ്ങളിൽ. ഒരു ഉപരിപ്ലവമായ, തീരെ കാമ്പില്ലാത്ത ചർച്ചകൾ. ഒരാൾ അങ്ങോട്ട് നോക്കിയ ചർച്ച, ഒരാൾ ഇങ്ങോട്ട് നോക്കിയ ചർച്ച, ഒരാൾക്കെതിരായിട്ട് കംപ്ലൈന്റ് എഴുതിയ ചർച്ച. ഇന്ത്യയിൽ വെള്ളം കിട്ടാത്തതിനെ കുറിച്ച് ചർച്ചയുണ്ടോ? ശുദ്ധജലം കിട്ടാത്തതിനെ കുറിച്ച് ചർച്ചയുണ്ടോ? ഇന്ത്യയിൽ ഇപ്പോഴും തൊട്ടുകൂടായ്മ നിലനിൽക്കുന്നു എന്നുള്ളതിനെ കുറിച്ച് ചർച്ചയുണ്ടോ? ഇന്ത്യയിൽ 36% ജനതയ്ക്ക് ഇപ്പോഴും ഒരു നേരത്തെ മാത്രമേ ഭക്ഷണം കിട്ടുള്ളൂ എന്ന് അമർത്യ സെൻ പറഞ്ഞതിനെ കുറിച്ചുള്ള ചർച്ചയുണ്ടോ? ഇന്ത്യയിൽ 5000 കോടി രൂപ മുടക്കിയിട്ട് ഒരാൾ കല്യാണം നടത്തുമ്പോൾ മറ്റേ ആളുടെ ഒരു ദിവസത്തെ കൂലി 150 രൂപയാണെന്നുള്ളതിനെ കുറിച്ച് ചർച്ചയുണ്ടോ? ഇല്ല. ഇവിടെ ചർച്ച വെറും നൈമിഷികമായ ഉപരിപ്ലവ കാര്യങ്ങളെ കുറിച്ച്. ആരാ ചർച്ച ചെയ്യുന്നത്? ചർച്ച ചെയ്യുന്ന ആങ്കർമാരുടെ ധാരണ അവരെക്കാൾ മഹാപണ്ഡിതർ ലോകത്തിലില്ല. അത് കാണാൻ ലക്ഷക്കണക്കിന് മലയാളി അതിന്റെ മുന്നിൽ ഇരിക്കും ചെയ്യും കേൾക്കാൻ. ഗാന്ധിജിയുടെ ചർച്ച കേൾക്കാൻ വല്ലവർക്കും താല്പര്യമുണ്ടോ? അംബേദ്കർ പറഞ്ഞതിനെ കുറിച്ച് ചർച്ച ചെയ്യാൻ ആർക്കെങ്കിലും താല്പര്യമുണ്ടോ? മഹാത്മാഗാന്ധിയുടെ ആത്മകഥയായ എന്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ എന്ന പുസ്തകം വായിച്ച ഇന്ത്യക്കാർ 85% പേരും അത് വായിച്ചിട്ടില്ല. ഇപ്പോഴും വായിച്ചിട്ടില്ല. ഇതിനെങ്ങനെയാ ഫാസിസം വളരാതിരിക്കുക? അംബേദ്കറുടെ അനിഹിലേഷൻ ഓഫ് കാസ്റ്റ് എന്നുള്ള ലോക പ്രശസ്തമായ പുസ്തകം വായിച്ചവർ 95% ഇല്ല ഇന്ത്യയിൽ. ഇതിനെങ്ങനെ അംബേദ്കർ തിരസ്കരിക്കപ്പെടാതിരിക്കുക? നമ്മളടക്കം വായിച്ചിട്ടില്ല. ഇടതുപക്ഷ ജനാധിപത്യ പ്രവർത്തകന്മാരടക്കം വായിക്കുന്നില്ല. അതാണ് ഈ രാഷ്ട്രത്തിന്റെ ദുരന്തം. ഫാസിസം വളരാതിരിക്കുന്നതിന്റെ ഏറ്റവും പ്രമുഖമായ കാരണങ്ങളിലൊന്ന് വായന സ്തംഭിക്കുന്നു. ഗഹനമായ വായനകളില്ല. അറിവ് നേടാനുള്ളൊരു ത്വരയില്ല, ഇച്ഛാശക്തിയില്ല, ആശയപരമായ പോരാട്ടങ്ങളില്ല. അംബേദ്കർ അവിടെയാ പിടിച്ചത്, ആശയപരമായ പോരാട്ടം. ഭരണഘടനയുടെ ഓരോ മുഖങ്ങളും അദ്ദേഹം ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തി കൊടുത്തു. പാർലമെന്റിലും പുറത്തുമുള്ള പ്രസംഗത്തിലും എഴുത്തിലുമെല്ലാം. 1-ാം വട്ടമേശ സമ്മേളനത്തിൽ അദ്ദേഹം പോകുന്നു. രാജാവിനോട് മുഖാമുഖം നിന്നുകൊണ്ട് അദ്ദേഹം പ്രസംഗിക്കുന്നു. ഗാന്ധിജിയുമുണ്ടൊപ്പം. ആ പ്രസംഗത്തിൽ ഇന്ത്യയുടെ ജാതിയെക്കുറിച്ച്, ജാതി വ്യവസ്ഥയെക്കുറിച്ച്, ചാതുർവർണ്ണത്തിനെ കുറിച്ച് നീണ്ടൊരു പ്രസംഗം നടത്തി അംബേദ്കർ. ലോകത്തിന് ഇന്ത്യയുടെ പ്രാകൃത മുഖം അംബേദ്കർ പരിചയപ്പെടുത്തി. ഈ ബ്രാഹ്മണ്യത്തിന്റെ കഠോരമായ മുഖം. പിറ്റേ ദിവസത്തെ ബ്രിട്ടീഷ് പത്രങ്ങളിൽ, ഗാർഡിയനിൽ അടക്കം അംബേദ്കറുടെ ചിത്രമാണ് അച്ചടിക്കുന്നു വന്നത്. ഈ പ്രസംഗം അടക്കം പൂർണ്ണ രൂപത്തിൽ ലോകം മുഴുവൻ അംബേദ്കറുടെ പ്രസംഗം അച്ചടിച്ചു വന്നു. അങ്ങനെ
പ്രശസ്തിയുടെ കൊടുമുടിയിൽ ഒറ്റ ദിവസം കൊണ്ട് ലോകമാകണം അറിഞ്ഞപ്പെട്ട ബാബാ സാഹിബ് അംബേദ്കർ സാഹിബിനേക്കാൾ നന്നായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കുന്ന ഡോക്ടർ അംബേദ്കറുടെ പ്രസംഗം ആ ലോകം മുഴുവൻ ശ്രദ്ധിച്ചപ്പോൾ അത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞ് അംബേദ്കർ ഒരു കത്ത് എഴുതി. ആ കത്തിൽ അദ്ദേഹം പറഞ്ഞു, പ്രിയപ്പെട്ട രമേ, എന്റെയും ജീവിതം ദുഃഖപൂർണമാണ്. ഞാൻ ആർക്ക് വേണ്ടി പോരാടുന്നുവോ അവരാണ് കോടിക്കണക്കിന് ജനത. എന്റെയും ജീവിതം ഇരുട്ടിൽ തപ്പുകയാണ്. നിരാശ മാത്രമാണോ നമ്മുടെ ജനതയ്ക്ക് അഭിമുഖീകരിക്കാനുള്ളത്? എന്തൊരു ജീവിതമാണിത്! പട്ടിണിയും പരിവട്ടവും ദാരിദ്ര്യവും മാത്രം. രമേ, നിനക്ക് ദുഃഖം വരുന്നില്ലേ? എന്റെ ഭർത്താവ് ഞാനിവിടെ പ്രസംഗിക്കുന്നു. ആ പ്രസംഗിക്കുമ്പോഴും മനസ്സിൽ എന്റെ ജനതയുടെ ഏറ്റവും വലിയ കൊടിയ ദുഃഖം ഞാൻ മനസ്സിൽ കാണുകയാണ്. പക്ഷെ നമുക്ക് നമ്മുടെ ഇരുട്ടിൽ നിന്ന് രക്ഷപ്പെടാൻ നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിലെ സൂര്യരശ്മികളെ നമ്മൾ പടർത്തി പ്രചരിപ്പിക്കണം. ആ സൂര്യ വെളിച്ചം നമ്മൾ തന്നെ നമ്മുടെ മനസ്സിൽ നിന്ന് ഉദ്ദീപിപ്പിച്ചുകൊണ്ട് പുറത്തു വരുന്ന സൃഷ്ടിപരമായ പോരാട്ടം സാമ്രാജ്യത്വത്തിനെതിരെ, ബ്രാഹ്മണിസത്തിനെതിരെ, ജാതി വ്യവസ്ഥതയ്ക്കെതിരെ പോരാടുമ്പോഴേ നമുക്ക് മോചനമുള്ളൂ. പ്രിയപ്പെട്ട രമേ, നീ നിരാശനാകരുത്, നമുക്ക് പോരാടാം. സ്വന്തം ഭാര്യയ്ക്ക് എഴുതിയ കത്ത്. എന്തൊരു ധീരോദാത്തമായ നിലപാട്! അതായിരുന്നു അന്നത്തെ ദേശീയ പ്രസ്ഥാനത്തിന്റെ നേതാക്കന്മാർ. സ്വന്തം കുടുംബത്തിനെ പ്രചോദിപ്പിക്കും, നാട്ടുകാരെ പ്രചോദിപ്പിക്കും. വേറൊരാള് ജയിലിൽ നിന്ന് എന്നെ വിട്ടുതരണേ എന്ന് ബ്രിട്ടീഷുകാർക്ക് മാപ്പെഴുതി കൊടുത്തു സംഘപരിവാറിന്റെ നേതാവ്. അതേ സമയത്ത് ഏതാണ്ട് അതേ കൊല്ലങ്ങളിൽ വേറൊരാൾ ജയിലിൽ കിടന്നിരുന്നു, മോഹൻദാസ് കരംചന്ദ് ഗാന്ധി. അന്നത്തെ വൈസ്രോയ് വന്ന് ഗാന്ധിയെ ഇടയ്ക്കിടയ്ക്ക് കാണും ജയിലിൽ. ഗാന്ധിയോട് പറഞ്ഞു, ഭാര്യയ്ക്ക് അസുഖമാണ്, അപ്പുറത്തും ജയിലിലുണ്ട്, ക്ഷയം കൂടി വരുന്നു, കസ്തൂർബായെ ഞങ്ങൾ ലണ്ടനിൽ പോയി ചികിത്സിച്ചു കൊണ്ടുവരാം, അങ്ങൊന്ന് സമ്മതിക്കണം. വേണമെങ്കിൽ അങ്ങക്ക് ഈ ജയിലിൽ നിന്ന് വന്ന് അവിടെ വന്ന ജയിലിലേക്ക് അപ്പുറത്തെ ജയിലിൽ പോയി കാണാം എന്ന് പറഞ്ഞു. ഒരു പേനയും പേപ്പറും തരാൻ പറഞ്ഞു വൈസ്രോയോട് ഗാന്ധി. എന്നിട്ട് അതിൽ എഴുതി ഒരു കത്ത്. കത്തുകൾ വലിയ ചരിത്രം സൃഷ്ടിച്ച കത്തുകളാണ് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൽ, പലരുടെയും കത്തുകൾ. പ്രിയപ്പെട്ട കസ്തൂർബ, നിനക്ക് രോഗം മൂർച്ഛിച്ചു എന്ന് എനിക്കറിയാം, കാഠിന്യമാകുന്നു എന്ന് എനിക്കറിയാം. ബ്രിട്ടീഷ് ഗവൺമെന്റ് എന്നോട് പറയുന്നു എന്നെ ലണ്ടനിലേക്ക് അയക്കാൻ, എന്നോട് പറയുന്നു എന്നെ വന്ന് കാണാൻ. എനിക്ക് ദുഃഖമുണ്ട് നിനക്ക് രോഗം മൂർച്ഛിച്ചതിൽ. നീ മരിക്കുകയില്ല, ഇനി മരിച്ചാൽ അത് വിധിയാണെന്ന് ഞാൻ കരുതിക്കൊള്ളാം. അവിടെ പോയാലും ഞാനും നീയും ഒരുമിച്ച് എന്തെങ്കിലും കൂടും. ഗാന്ധി അതിലൊക്കെ വിശ്വസിക്കുന്ന ഒരാളായിരുന്നു. പക്ഷേ ഞാൻ ഒരു കാര്യം ഉറപ്പു തരാം, എന്നും എൻ്റെ മനസ്സിൽ നീയായിരിക്കും. ഞാൻ ഈ ജയിലിൽ നിന്ന് അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഞാൻ ഇന്ത്യൻ ജനതയെ ഒറ്റിക്കൊടുക്കലാണ്. ഈ ജയിലിൽ നിന്ന് അപ്പുറത്തെ മുറിയിലേക്ക് പോയാൽ ഒറ്റിക്കൊടുക്കലാണ്. ഇവിടെ ജയിൽവാസം തന്നെ പോലെ സുഖസമ്പൂർണ്ണ അന്നത്തെ കാലഘട്ടത്തിൽ. ഇന്ത്യയുടെ പുരോഗമനാണ് ഞാൻ ഈ കാണിക്കുന്നത്. പരിപൂർണ സുഖവാസമാണ് ജയിലിൽ. മഹാത്മാവ് പറഞ്ഞു, ഈ മുറിയിൽ നിന്ന് അപ്പുറത്തേക്ക് ഞാൻ പോയാൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് ഒറ്റിക്കൊടുക്കലാണ്. അതുകൊണ്ട് വൈസ്രോയോട് പറഞ്ഞു, വേണ്ട, എൻ്റെ ഭാര്യ മരിക്കുകയാണെങ്കിൽ മരിച്ചോട്ടെ. ദേശീയ പ്രസ്ഥാനം സ്വാതന്ത്ര്യ സമരത്തിന്റെ അനിഷേധ്യമായ പങ്ക് വഹിച്ചത് ഇത്തരത്തിലുള്ള ധാർമ്മിക മൂല്യങ്ങളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ്. അങ്ങനെയാവണമെന്ന് ഇപ്പൊ ഗാന്ധിയും അംബേദ്കറും ചെയ്തതുപോലെ ഇന്ന് ആർക്കും ചെയ്യാൻ പറ്റില്ല, യാതൊരു സംശയവുമില്ല. പക്ഷെ ജീവിതത്തിൽ കുറച്ചെങ്കിലും മൂല്യങ്ങളെ ഉയർത്തിപ്പിടിക്കാത്തതിന്റെ ഫലമായിട്ടാണ് സംഘപരിവാറും നേരത്തെ ഇവിടെ സൂചിപ്പിച്ച SDPIയും ജമാഅത്തെ ഇസ്ലാമിയും ഒക്കെ സമഗ്രാധിപത്യം സ്ഥാപിക്കുന്ന സ്ഥിതിവിശേഷത്തിലേക്ക് ഇന്ത്യയിലെത്തിയത്. മൂലധന ശക്തികളടക്കം മൂല്യങ്ങളില്ലാത്തൊരു ജീവിതത്തിന്റെ പിറകെ ഓടുന്നൊരു ജനതയെ സൃഷ്ടിച്ചു ഫാസിസം. ഈ ഫാസിസം 10 കൊല്ലമായിട്ട് അധികാരത്തിലിരിക്കുമ്പോൾ ചെയ്തതല്ല ഇത്. 1925 RSS രൂപീകൃതമായ അന്ന് മുതൽക്ക് വളരെയധികം സൂക്ഷ്മതയോടും ജാഗ്രതയോടും കൂടിയിട്ട് അണ്ടർഗ്രൗണ്ടിൽ വർക്ക് ചെയ്യുന്ന ലോകത്തിലെ സംഘടിത സംഘടനയാണ് രാഷ്ട്രീയ സ്വയം സേവക് സംഘ്. നിസ്സാരമായി കാണരുത് ഒരിക്കലും RSSനെ. ഇസ്രായേലി IDFന്റെ സീക്രട്ട് ഏജൻസിയായ മൊസാദ് കഴിഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും വലിയ മിലിറ്റന്റ് സംഘടനയാണ് RSS. അതിപ്പോഴും ഇന്ത്യക്കാരന് പഠിക്കാൻ പറ്റിയിട്ടില്ല. വളരെ ലളിതമായിട്ടാണ് RSSനെ കാണുന്നത്. ഇത്രമാത്രം ജനഹൃദയങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നൊരു സംഘടന ഇന്ത്യയുടെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല.
ആശയപരമായിട്ടാണ് ഇറങ്ങിച്ചെല്ലുന്നത്, മസ്തിഷ്കത്തിലൂടെ, പിന്നെ ഹൃദയത്തിലൂടെയും. വിഷലിപ്തമായ ആശയങ്ങളാണ് 25 മുതൽ ഇന്ന് ഈ ദിവസം വരെ അവിടെ വ്യാപരിച്ചിട്ടുള്ളത്. ഗോൾവാൾക്കർ എഴുതി വെച്ച വിചാരധാര എന്നുള്ള പുസ്തകം, അതിനു മുമ്പ് ഡോക്ടർ ഹെഗ്ഡേവാറിന്റെ ചില ഗ്രന്ഥങ്ങൾ, ഹെഗ്ഡേവാറിന്റെ സഹചാരിയായ BS മൂഞ്ചെ ഇറ്റലിയിൽ മുസോളിനിയെ കാണാൻ പോകുന്നതും അവിടെ നിന്ന് നാസി പാർട്ടിയെ കുറിച്ച് പഠിക്കുന്നതും നാസിസം എന്താകണമെന്ന് പഠിച്ച് ഇവിടെ വന്ന് ഹെഗ്ഡേവാറുമായുള്ള ചർച്ചയ്ക്ക് ശേഷം RSSനെ മിലിറ്റന്റ് സംഘടനയാക്കി മാറ്റണമെന്നുള്ള തീരുമാനമെടുക്കലൊക്കെ ഇന്ത്യയിൽ ഉണ്ടായിട്ടുള്ള സംഭവങ്ങളാണ്. ഇന്ന് ഇന്ത്യയുടെ സമസ്ത മേഖലകളിലും, സാമൂഹിക, രാഷ്ട്രീയ, സാംസ്കാരിക, മതപരമായ മേഖലകളിൽ ഏറ്റവും സമഗ്രാധിപത്യം സ്ഥാപിച്ചു നിൽക്കുന്ന സംഘടനയാണ് RSS. അതാണ് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ അപജയത്തിന് ഒരു കാരണം. അതിനെക്കുറിച്ച് ആത്മാർത്ഥമായിട്ട് പരിശോധിക്കേണ്ടവരെ എവിടെ ഇരിക്കുന്നത് നമ്മളെല്ലാവരും. വർഗീയവാദ പ്രസ്ഥാനങ്ങളെ തകർക്കാൻ ഒറ്റ പോംവഴിയേ ഉള്ളൂ. ആയുധമെടുത്തുള്ള പോരാട്ടമല്ല, ആശയപരമായ പോരാട്ടമാണ്. ആശയപരമായ പോരാട്ടം, അതാണ് അംബേദ്കർ പറഞ്ഞത്. ഈ ബ്രാഹ്മണിസത്തിനെ തകർക്കാതെ ഇന്ത്യ രക്ഷപ്പെടുകയില്ല. എന്താണ് ബ്രാഹ്മണിസം എന്ന് ഇന്ത്യൻ ജനതയോട് പറഞ്ഞു കൊടുക്കണം. അതാണ് നെഹ്റുവിനോട് പറയുന്നത് അംബേദ്കർ. ഈ ഒപ്രസ്ഡ് സൊസൈറ്റി, അടിച്ചമർത്തപ്പെടുന്ന സൊസൈറ്റിയെ ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ എന്ന് പറഞ്ഞുകൊണ്ട് 4 വിഭാഗങ്ങളായി തരംതിരിച്ചുകൊണ്ട് നിലനിർത്തിയിട്ടുള്ള ഈ രാഷ്ട്രീയ സാമൂഹിക സംവിധാനം എന്ന് ഇന്ത്യയിൽ നിന്ന് തുടച്ചു നീക്കപ്പെടുന്നുവോ അന്നേ ഇന്ത്യക്ക് സ്വാതന്ത്ര്യമുള്ളൂ. ബ്രിട്ടീഷുകാർ അത് മനസ്സിലാക്കിക്കൊണ്ടാണ് ഇന്ത്യൻ ജനതയെ ഭിന്നിപ്പിച്ച് ഭരിച്ചത്, ജാതിയുടെയും മതത്തിന്റെയും നിറത്തിന്റെയും വർണ്ണത്തിന്റെയും ഒക്കെ പേരിൽ. അതിന് ബ്രിട്ടീഷുകാർക്ക് അനുനിന്നു കൊടുത്ത് ഇവിടുത്തെ പണ്ഡിതന്മാരും നാട്ടുരാജാക്കന്മാരും ഭൂജന്യന്മാരും എല്ലാം. അംബേദ്കർ അത് ദീർഘദർശിത്വത്തോടുകൂടി കണ്ടറിഞ്ഞു. അതുകൊണ്ടാണ് മനുസ്മൃതി അദ്ദേഹം പരസ്യമായിട്ട് കത്തിക്കുന്നത്. ഇതിനിടയിലൊക്കെ ഗാന്ധിയുമായിട്ട് ഒരുപാട് സംവാദങ്ങൾ വരുന്നുണ്ട്. ഗാന്ധി പഞ്ചാബിലെ ഒരു ജാറ്റ്മാ ടോഡ് മണ്ഡൽ എന്ന് പറയുന്ന ഒരു സാമൂഹിക സഭയുണ്ട്. ആ സഭയുടെ ഇൻവിറ്റേഷൻ സ്വീകരിച്ചുകൊണ്ടാണ് ഡോക്ടർ ബാബാ സാഹേബ് അംബേദ്കർ ഒരു പ്രഭാഷണത്തിന് പോകുന്നത്. അപ്പൊ ആ പ്രഭാഷണത്തിന് പോകുന്നതിന് മുൻപ് സഭയ്ക്ക് ഈ പ്രസംഗം എഴുതി അയച്ചു കൊടുക്കണം. അന്നൊക്കെ വലിയ പണ്ഡിതോചിതമായ പ്രസംഗങ്ങളാണ്. സംഘാടകന്മാരും അതിനേക്കാൾ പണ്ഡിതന്മാരായിരിക്കും ചിലപ്പോൾ. അപ്പൊ എഴുതി അയച്ചു കൊടുത്തപ്പോൾ അതിൽ ഈ വേദങ്ങളെ കുറിച്ചും മറ്റുള്ള സ്മൃതികളെ കുറിച്ചൊക്കെ അംബേദ്കർ അതിനെ എതിർത്ത് ചില വാചകങ്ങൾ എഴുതിയിരുന്നു. അപ്പൊ സംഘാടകന്മാർ പറഞ്ഞു, ആ വാചകമൊക്കെ തിരുത്തിയിട്ട് ഇത് പ്രസംഗിച്ചാൽ ഞങ്ങൾ അനുവദിക്കുക, അല്ലെങ്കിൽ പ്രസംഗിക്കണ്ടെന്ന്. അംബേദ്കർ പറഞ്ഞു, തിരുത്താൻ ഞാൻ തയ്യാറല്ല, പ്രസംഗിക്കാൻ പോയില്ല. ആ യോഗം പിരിച്ചുവിട്ടു, ആരും പ്രസംഗികരില്ലാതെ. എപ്പോൾ അംബേദ്കർ എഴുതി തയ്യാറാക്കിയിട്ടുള്ള ഈ പേപ്പർ സ്വന്തം കയ്യിൽ നിന്ന് കാശെടുത്ത് അദ്ദേഹം പ്രസിദ്ധീകരിച്ചു. ആ പേപ്പറിന്റെ പേരാണ് അനിഹിലേഷൻ ഓഫ് കാസ്റ്റ്, ലോകപ്രശസ്ത പ്രബന്ധം, ജാതിയുടെ ഉന്മൂലനം. ഇന്ത്യയിലടക്കം അത് പല ഘട്ടങ്ങളിലും നിരോധിക്കപ്പെട്ടതാണ് ചില സമയത്ത്. അത്രമാത്രം ഇന്ത്യൻ യാഥാർത്ഥ്യങ്ങളെ ഉത്കടമായിട്ടുള്ള ആത്മാർത്ഥതയോടുകൂടി അംബേദ്കർ അവതരിപ്പിച്ചു. പിന്നീട് അദ്ദേഹം സ്വന്തം പ്രസിദ്ധീകരിച്ച് അത് പ്രചാരം നേടിയപ്പോൾ മഹാത്മാഗാന്ധി അതിനെക്കുറിച്ച് ലേഖനം എഴുതി ഹരിജൻ എന്നുള്ള പത്രത്തിൽ. ഗാന്ധിജി എഴുതിയ ലേഖനം കണ്ടപ്പോൾ പലരും ഞെട്ടി വിറച്ചു. എന്തായിരുന്നു ഗാന്ധിജി എഴുതിയത്? അംബേദ്കർ തന്റെ പ്രാധാന്യം ഉറപ്പിക്കാൻ വേണ്ടി ചില സന്ദർഭങ്ങളിൽ ഇങ്ങനെയൊക്കെ എഴുതും. 8 അണയ്ക്കുള്ള പ്രസിദ്ധീകരണമൊന്നും ഇല്ല. ഇത് വേണമെങ്കിൽ 4 അണയ്ക്ക് വിറ്റാൽ മതി. ഗാന്ധി എഴുതി വെച്ചു. അംബേദ്കർ ഒന്നും പറഞ്ഞില്ല. ഒരു മറുപടി, എ ഹംബിൾ റിപ്ലൈ ടു മഹാത്മാ, എന്റെ വിനീതമായ മറുപടി മഹാത്മാവിനോട്. എന്നിട്ട് ജാതിയെ കുറിച്ച് വീണ്ടും അംബേദ്കർ എഴുതി. ഗാന്ധിക്ക് മനസ്സുകൊണ്ട് അംബേദ്കറെ ഇഷ്ടമാണെങ്കിലും ചില കാര്യങ്ങളിൽ എതിർപ്പായിരുന്നു. ഒരു പരിഹാസ രൂപേണ അംബേദ്കറെ വിമർശിച്ചപ്പോൾ ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൽ ആരും ശബ്ദിക്കാൻ പോയില്ല. ഗാന്ധി പിന്നെ എത്രയോ ഉയരത്തിൽ നിൽക്കുന്ന ആളാണ്. പക്ഷെ അംബേദ്കറും ഗാന്ധിയും അവിടെയും തർക്കങ്ങൾ നടന്നു, സംവാദങ്ങൾ നടന്നു. ഒരിക്കലും ജാതി അവസാനിപ്പിക്കാതെ മഹാത്മാവേ ഇന്ത്യ രക്ഷപ്പെടില്ല എന്ന് പറഞ്ഞു. അംബേദ്കർ മാത്രമല്ല, കേരളത്തിൽ ഗാന്ധി പല തവണ വന്നു. ഒരു തവണ വന്ന് ശ്രീനാരായണ ഗുരുദേവനുമായിട്ട് 5-10 മിനിറ്റ് സംസാരിക്കുന്നുണ്ട് വൈക്കം സത്യാഗ്രഹത്തിന്റെ കാലഘട്ടത്തിൽ. അവസാനം സംസാരിച്ച് അവസാനം ചോദിച്ചു മഹാത്മാഗാന്ധി ഗുരുദേവനോട്, അല്ല ഗുരുദേവ, ഒരു സംശയമുണ്ട്, എന്താ ഹിന്ദുമതം എന്തെങ്കിലും രക്ഷപ്പെടുവോ? ഗുരുദേവന്റെ മറുപടി വന്നു, അങ്ങ് 100 ജന്മം ജനിച്ചാലും ഇത് രക്ഷപ്പെടില്ല കേട്ടോ. അത് ഞാൻ ഇപ്പോഴും ഇത് രക്ഷപ്പെടില്ല.
പക്ഷേ രക്ഷപ്പെടില്ല എന്ന് പറഞ്ഞ ആ മതത്തിന്റെ മൗലികവാദത്തിന്റെ വക്താക്കളാണ് ഇന്ത്യ ഭരിക്കുന്നത്. അവിടെയാണ് അംബേദ്കർ ചൂണ്ടിക്കാണിച്ച ചിന്തകൾ നമ്മളെ സ്മരിക്കേണ്ടത്. ഗാന്ധി അവസാനം അംബേദ്കറുമായി യോജിക്കുന്നുണ്ട് പല ഘട്ടങ്ങളിലും. ബുദ്ധദേവ ദർശനങ്ങളെ ഗാന്ധി ശ്ലാഘിക്കുന്നുണ്ട്. കരുണ, അഹിംസ, നിസ്സഹകരണം, സത്യസന്ധത, ദയ, അനുകമ്പ, ഇതൊക്കെ ഗാന്ധിയൻ മാർഗങ്ങള്. ഗാന്ധിക്ക് അത് കിട്ടിയത് ഈ ഗുരുഭൂതന്മാരിൽ നിന്ന്, ഉപനിഷത്തുകളിൽ നിന്നും, ബൈബിളിൽ നിന്നും, ഖുറാനിൽ നിന്നും, ബുദ്ധസൂക്തങ്ങളിൽ നിന്നൊക്കെ ഗാന്ധി അത് സ്വീകരിച്ചു. പ്രത്യേകിച്ച് ജീസസ് ക്രൈസ്റ്റിനോട് വലിയ അടുപ്പമായിരുന്നു മഹാത്മാവിന്. പ്രോഫറ്റ് മുഹമ്മദിന്റെ പല വരികളും ഗാന്ധി ഇടയ്ക്കിടയ്ക്ക് ഉദ്ധരിക്കും. ഉപനിഷത്ത് മുഴുവൻ ഗാന്ധി ഹൃദിസ്ഥമാക്കി. അനാസക്തി യോഗം എന്ന് പറയുന്ന ഒരു വലിയ പുസ്തകം തന്നെ ഗാന്ധി എഴുതി, ഭഗവത്ഗീതയെ ഇന്റർപ്രറ്റ് ചെയ്തിട്ട്. അപ്പൊ ഇതൊക്കെ ഉള്ളപ്പോഴും ചില ഘട്ടങ്ങളിൽ ഈ തീക്ഷ്ണമായ ആശയ പോരാട്ടം ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൽ നടത്തിയത് അംബേദ്കറും ഗാന്ധിയും കൂടിയിട്ടാണ്. അതായിരുന്നു അംബേദ്കറുടെ മഹിമയടക്കം. ആ ജാതിയുടെ ഉന്മൂലനം എന്ന് പറയുന്ന പുസ്തകത്തിന് ശേഷം അദ്ദേഹം വേറൊരു പ്രബന്ധം അതിന് മുന്നേ അവതരിപ്പിച്ചു. കൊളംബിയ യൂണിവേഴ്സിറ്റിയിൽ ചെന്ന് അദ്ദേഹം വലിയൊരു വിശ്വവിഖ്യാതമായ പ്രസംഗം നടത്തി. അതിൽ അദ്ദേഹം എഴുതിയ പ്രബന്ധത്തിന്റെ പേരാണ് ദ കാസ്റ്റ്, ഇറ്റ്സ് ജെനിസിസ്, ഡെവലപ്മെന്റ് ആൻഡ് മെക്കാനിസം. ജാതി, അതിന്റെ ഉദ്ഭവം, അതിന്റെ യാന്ത്രികത, അതിന്റെ വികസനം. ഇതിനെക്കുറിച്ച് അദ്ദേഹം വലിയൊരു പ്രബന്ധം, ലോകം മുഴുവൻ അംഗീകരിച്ച പ്രബന്ധം. ലോക പണ്ഡിതന്മാർ ആ പ്രബന്ധത്തോടുകൂടി അംബേദ്കറുടെ പാണ്ഡിത്യത്തിന്റെ മുന്നിൽ ശിരസ് നമസ്കരിച്ചു. അപ്പൊ എവിടുന്ന ജാതി തുടങ്ങിയത് അംബേദ്കർ പറഞ്ഞു. അതാണ് ഭരണഘടനയിൽ പറയുന്നത്, ഈ ബ്രാഹ്മണിസത്തിനെ തകർക്കണം. 3-ാം നൂറ്റാണ്ടിന് മുൻപ് തന്നെ ഈ ബ്രാഹ്മണിസ്റ്റ് കാഴ്ചപ്പാട് ഇന്ത്യയിൽ വരാൻ തുടങ്ങി. മലയാളിയായ മഹാപണ്ഡിതൻ ജഗദ്ഗുരു ആദിശങ്കരാചാര്യർ ഇന്ത്യ മുഴുവൻ നടന്ന് മായാവാദ സിദ്ധാന്തം പ്രചരിപ്പിച്ചു. ആത്മീയവാദത്തിന്റെ പിതാവ് എന്നറിയപ്പെട്ടു. അങ്ങനെ അന്ന് ലോകത്തിൽ മുഴുവൻ സ്വാധീനമുണ്ടായിരുന്ന ബുദ്ധമത ദർശനങ്ങൾക്കെതിരായിട്ടുള്ള പോരാട്ടം നടത്തി. അങ്ങനെയാണ് ശങ്കരാചാര്യരുടെ നേതൃത്വത്തിലാണ് ഈ മതരംഗത്ത് ബ്രാഹ്മണിക്കൽ ഡോമിനേഷൻ വരുന്ന, ബ്രാഹ്മണ മത ആധിപത്യം. ഈ അനുകമ്പയും ദയയും കരുണയൊക്കെ തിരസ്കരിക്കപ്പെട്ടു. ബുദ്ധമത മഠങ്ങൾ തീവച്ച് നശിപ്പിച്ചു ശങ്കരന്റെ അനുയായികൾ. രേഖപ്പെടുത്തിയിട്ടുള്ള ചരിത്രം. ഇപ്പൊ ഇത് പുറത്തു നിന്ന് പ്രസംഗിച്ച കുഴപ്പമാവും, പക്ഷെ പ്രസംഗിക്കണം. ശങ്കരാചാര്യരുടെ അനുയായികൾ ബുദ്ധമത മഠങ്ങൾ തീവച്ച് നശിപ്പിച്ചിട്ടുണ്ട് ഇന്ത്യയിൽ. ശങ്കരാചാര്യർ ബുദ്ധഭിക്ഷുക്കളോട് അകന്നു പോകാൻ പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ ഈ രാജ്യത്തിന്റെ ചരിത്രത്തിൽ നടന്നിട്ടുള്ളതാണ്. പക്ഷെ അംബേദ്കർ ശങ്കരാചാര്യരെ എതിർത്തു, ഈ ബ്രാഹ്മണിസത്തിനെ എതിർത്തു, പേരെടുത്ത് പറഞ്ഞു ശങ്കരനെതിരായിട്ട്. ലോകം കണ്ട അഗാധ പണ്ഡിതനാണ് ശങ്കരാചാര്യർ. അങ്ങനെ ബ്രാഹ്മണിക്കൽ ഐഡിയോളജിക്കെതിരായിട്ട് പോരാടിയാലേ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിനും സ്വാതന്ത്ര്യത്തിനും അർത്ഥമുണ്ടാവുകയുള്ളൂ എന്നുള്ള കാഴ്ചപ്പാടോട് കൂടിയിട്ടാണ് അദ്ദേഹം സാഹോദര്യം, സമത്വം എന്നുള്ള ദർശനം എഴുതി വെച്ചത്. ഭരണഘടന നടപ്പിലാകണമെങ്കിൽ ഭരണഘടനയുടെ ധാർമ്മിക മൂല്യങ്ങളെ ചേർത്ത് പിടിക്കണം. ധാർമ്മിക മൂല്യങ്ങളില്ലാതെ ഭരണഘടന പ്രസംഗിച്ചിട്ട് കാര്യമില്ല. അതാണ് ഇന്ത്യയിൽ നടക്കുന്നത്. ഹരിജനങ്ങളെ ചുട്ടുകൊല്ലുന്നു, ദളിതന്മാരെ ചുട്ടുകൊല്ലുന്നു, മാംസം കഴിച്ചാൽ പ്രശ്നം, വേഷം ധരിച്ചാൽ പ്രശ്നം, ഒട്ടുകൂടായ്മ, ഉച്ചനീചത്വം, എന്ത് സമത്വം, എന്ത് ജനാധിപത്യം. പക്ഷെ നമ്മൾ ആരെങ്കിലും ശബ്ദിക്കുന്നുണ്ടോ? ഒരാളും ശബ്ദിക്കുന്നില്ല. അസന്നിഗ്ധമായ സമരത്തിന് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ പോലും തയ്യാറല്ല. അതാണ് ഈ രാജ്യം നേരിടുന്ന ഏറ്റവും വലിയ ഭീകരമായ പ്രതിസന്ധി. ആ തയ്യാറാവാത്തതിന്റെ കാരണം ആശയപരമായിട്ടുള്ള ദാരിദ്ര്യവും ജീർണതയുമാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അറിയുവാനുള്ള ആഗ്രഹം ജീർണിച്ചു വരുമ്പോൾ അവിടെ വിജയിക്കുക ഫാസിസ്റ്റുകളാണ്. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ അഗ്രഗണ്യനായിട്ടുള്ള പണ്ഡിത ശിരോമണികൾ, ജവഹർലാൽ നെഹ്റു വിശ്വപ്രസിദ്ധമായ പുസ്തകങ്ങൾ എഴുതിയിട്ടുള്ള ലോക പണ്ഡിതൻ, അനർഗളമായ പ്രഭാഷകൻ, എഴുത്തുകാരൻ, ഡിസ്കവറി ഓഫ് ഇന്ത്യ, ഗ്ലിംസസ് ഓഫ് വേൾഡ് ഹിസ്റ്ററി, അച്ഛൻ മകൾക്ക് അയച്ച കത്തുകൾ, ഇതൊക്കെ എഴുതിയിട്ടുള്ള സാക്ഷാൽ ജവഹർലാൽ. ലോകവിജ്ഞാനത്തിന്റെ പ്രകാശഗോപുരമായിട്ടുള്ള ഒരാൾ 17 കൊല്ലം ഭരിച്ച രാഷ്ട്രമാണ് ഇന്ത്യ. ആ കസേരയിലാണ് ഒരു പുസ്തകം പോലും വായിക്കാത്ത ആള് 10 കൊല്ലമായിട്ട് ഭരിക്കുന്നത്. അതാരുടെ കുഴപ്പാ? നിങ്ങളുടെയും എന്റെയും കുഴപ്പം. ഇന്ത്യക്കാരൻ അതാണ് ഇഷ്ടം, ഇന്നത്തെ ഇന്ത്യക്കാരൻ.
ചിന്തിക്കില്ല, പ്രതികരിക്കില്ല, നിസ്സംഗതയാണ്. ഒരാൾക്ക് എന്തെങ്കിലും വേദന പറ്റിയാൽ, കേരളത്തിന്റെ സ്ഥിതിയല്ല പറഞ്ഞു, കേരളം വിട്ട് അങ്ങോട്ട് സഞ്ചരിച്ചാൽ ആരും വേദനയിൽ പങ്കുചേരാനില്ല. മണിപ്പൂർ കത്താൻ തുടങ്ങിയിട്ട് 1.25 കൊല്ലമായി. അംബേദ്കർ അതാ പറഞ്ഞത്, മതസാഹോദര്യം, മതസഹിഷ്ണുത, മതേതരത്വം എന്നുള്ള സങ്കല്പം, മതരാഷ്ട്രവാദത്തിനെതിരായിട്ടുള്ള അദ്ദേഹത്തിന്റെ ഉജ്ജ്വലമായ വാദമുഖങ്ങൾ അത് ലംഘിക്കപ്പെടുകയാണ് മണിപ്പൂരിൽ. അപ്പൊ ഭരണഘടന നടപ്പിലാകണമെങ്കിൽ അംബേദ്കർ പറഞ്ഞു അതിന്റെ ധാർമ്മിക മൂല്യങ്ങളെ ചേർത്ത് പിടിക്കണം, അതിന്റെ സാഹോദര്യമായിട്ടുള്ള സംശുദ്ധിയെ ചേർത്ത് പിടിക്കണം, സഹിഷ്ണുതയെ ചേർത്ത് പിടിക്കണം. ഇത് ഞാനാണ് ഏറ്റവും വലിയ ആളെന്ന് എല്ലാവരുടെയും ധാരണ. പിന്നെന്ത് ചെയ്യും? ഒരു പഞ്ചായത്ത് വാർഡ് മെമ്പർ മുതൽ അങ്ങ് ഡൽഹിയിലിരിക്കുന്ന ആളെ വരെ നോക്കിയാൽ തന്നെ ഇങ്ങനെ മിക്കവാറും ആൾക്കാർ അഹംഭാവത്തിന്റെ രൂപമായിട്ടാണ് നടക്കുക. അപ്പൊ നേരത്തെ അവിടെ പറഞ്ഞല്ലോ, ബഹുമാന്യ മന്ത്രിയും LDF കൺവീനറും വിനയത്തിന്റെ രൂപത്തിൽ സംസാരിച്ച ആളാണ് ശ്രീ CH ഹരിദാസ് എന്ന്. ആ വിനയമൊക്കെ നമ്മളിൽ നിന്ന് ചോർന്നുപോയി. പലരുടെയും ധാരണ ഇന്നൊക്കെ വലിയ ആളില്ലാന്ന്, പൊതുപ്രവർത്തകന്മാർക്കടക്കം. അവിടെയാണ് അത് ഫാസിസ്റ്റുകളുടെ സ്വഭാവമാണ്. ആ ഫാസിസത്തിനെതിരായി പോരാടിയ ആളാണ് മഹാത്മാഗാന്ധിയും അംബേദ്കറും പഴയ എല്ലാ പാർട്ടികളുടെ നേതാക്കന്മാരും. അത്രമാത്രം വിനയാന്വിതന്മാരായിരുന്നു. എന്നെപ്പോലെയാണ് മറ്റൊരാളും എന്ന് ചിന്തിക്കുമ്പോഴാണ് ഭരണഘടന സാർത്ഥകമാവുക. അവിടെയാണ് ഗുരുദേവൻ പറഞ്ഞത് നമ്മൾ ഓർക്കേണ്ടത്, അവനവൻ ആത്മസുഖത്തിനായി ആചരിക്കുന്നവ അവരെന്നും സുഖത്തിനായി വരേണം. വെറുതെ എഴുതി വെച്ചതല്ല ഗുരുദേവൻ. അങ്ങനെ എത്രയെത്ര സൂക്തങ്ങൾ ഗുരുദേവൻ എഴുതി. അതാണ് പറഞ്ഞത്, ഗാന്ധി ഗുരുദേവനെ കാണുന്നത്, അംബേദ്കർ ബുദ്ധനെ സ്വീകരിക്കുന്നത്. അങ്ങനെ മഹാമനീഷികളുടെ ദർശനങ്ങളാണ് ഇവരുടെ മനസ്സിൽ മുഴുവൻ. എത്രയെത്ര നേതാക്കന്മാർ അഗാധ പണ്ഡിതന്മാരായിരുന്നു. കേരളത്തിലെ കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെ സമാരാധ്യനായ നേതാവ് 1950കളിൽ പനമ്പള്ളി ഗോവിന്ദമേനോൻ പണ്ഡിത വചസ്സായിരുന്നു. അനർഗളമായ പ്രഭാഷണം, പണ്ഡിത ശിരോമണി. അന്നത്തെ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരോ അതേമാതിരി പാണ്ഡിത്യത്തിന്റെ നിറകുടങ്ങൾ. ഇങ്ങനെയുള്ള വലിയ വലിയ വായനയുടെ, വിജ്ഞാനത്തിന്റെ നിറകുടങ്ങളായിട്ടുള്ള നേതാക്കന്മാർ ജനതയോട് പറഞ്ഞത് ചിന്തിക്കാന്, ജനതയെ പ്രചോദിപ്പിച്ചു ചിന്തകളിലൂടെ. അംബേദ്കർ ജനതയെ പ്രചോദിപ്പിച്ചു. അതുകൊണ്ടാണ് ജവഹർലാൽ നെഹ്റുവിനോട് പറഞ്ഞത്, രാഷ്ട്രീയ സ്വാതന്ത്ര്യം നേടിയിട്ട് മാത്രം കാര്യമില്ല, സാമൂഹിക സ്വാതന്ത്ര്യം വേണം, സാമ്പത്തിക സ്വാതന്ത്ര്യം വേണം. അതില്ലെങ്കിൽ ഏറ്റവും വലിയ അപകടകരമായിട്ടുള്ള മേഖലകളിലേക്കാണ് ഇന്ത്യ ചെന്നെത്തുക എന്ന് അംബേദ്കർ അന്നേ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് കിൽ ദ ബ്രാഹ്മണിസം, ബ്രാഹ്മണിസത്തിനെ വധിക്കുക തന്നെ അംബേദ്കർ പറഞ്ഞത്. മനുസ്മൃതി അദ്ദേഹം എടുത്തുകൊണ്ടുവന്നു പുസ്തകം. 6 ഇഞ്ച് ആഴമുള്ളൊരു കുഴി കുഴിച്ചു പരസ്യമായിട്ട്. 6 ഇഞ്ച് ആഴമുള്ളൊരു കുഴി, എന്നിട്ട് 1.5 അടി നീളം ഉണ്ടായിരുന്നു ആ കുഴിക്ക്. 6 ഇഞ്ച് ആഴമുള്ള കുഴിയിൽ ഈ പുസ്തകം വെച്ചു. എന്നിട്ട് അതിന്റെ മുറ്റിലും 3 ബോർഡുകൾ വെച്ചു, എഴുതിയിട്ട് പ്ലക്കാർഡുകൾ വെച്ചു. ഒന്നിൽ എഴുതിയത് ബ്രാഹ്മണ്യത്തിന്റെ ശവമടക്ക്, രണ്ടാമത് എഴുതിയത് തൊട്ടുകൂടായ്മയുടെ ശവസംസ്കാരം, മൂന്നാമത് എഴുതിയത് ഉച്ചനീചത്വത്തിന്റെ യാത്രയയപ്പ്. ഇങ്ങനെ 3 ബാനറുകൾ എഴുതി വെച്ചത്. എന്നിട്ട് അവിടെ ഒരു ചിത്രം തൂക്കിയിട്ടു. അതാണ് അതിന്റെ ഏറ്റവും വലിയ പ്രകോപനകരമായ വൈരുദ്ധ്യം. ആരുടെ ചിത്രമായിരുന്നു? ഇതൊക്കെ കാണാൻ ഒരാളുടെ ചിത്രം അവിടെ വെച്ചു കൊടുത്തു, മറ്റാരുടെയുമല്ല, മഹാത്മാഗാന്ധിയുടെ. നിരന്തര സംവാദ, ഗാന്ധി ഒന്ന് കണ്ടോളൂ, ഇത് നശിച്ചാലേ അങ്ങ് പറയുന്ന ഇന്നുണ്ടാവുള്ളൂ എന്ന് സൂചിപ്പിച്ചത്. അപ്പുറ ധൈര്യമുള്ള ആൾ അംബേദ്കർ. ഗാന്ധിയുടെ ചിത്രം മാത്രം അവിടെ തൂക്കിയിട്ടത്, ഇത് കത്തിക്കുന്ന ആ വേദിയിൽ. ഇതൊക്കെ ചരിത്ര സംഭവങ്ങളാണ് ഇന്ത്യയിൽ. ഇന്ന് ആശയം പറയാൻ എല്ലാവർക്കും പേടിയാ. കാരണം നേതാവ് കോപിച്ചാലോ പ്രശ്നമില്ലേ? പല പാർട്ടികളിൽ ഈ സ്ഥിതി അതാ. നേതാവിന്റെ മുഖത്ത് നോക്കി സംസാരിക്കാൻ എല്ലാവർക്കും പേടിയാ. പിന്നെ എങ്ങനെ അംബേദ്കർ ആദർശം ഇന്ത്യയിൽ ഉണ്ടാവുക, ഗാന്ധിയൻ ആദർശം ഇന്ത്യയിൽ ഉണ്ടാവുക, മാർക്സിയൻ ആദർശം എങ്ങനെ ഇന്ത്യയിൽ സാക്ഷാത്കരിക്കപ്പെടുക? മാർക്സും ഗാന്ധിയും അംബേദ്കറും ചോദ്യം ചോദിക്കാനാ പറഞ്ഞത്. ഇന്ത്യയിൽ ചോദ്യം ചോദിക്കാൻ ആരാളുള്ളത്? ആരുമില്ല. ഭരണഘടന തന്നെ വായിച്ചവരില്ല. എന്നിട്ടല്ലേ ഇതിനെങ്ങനെയാ ഭരണഘടന? ഇവിടെ ഈ വിഷയം തെരഞ്ഞെടുത്ത് തന്നെ ഏറ്റവും വലിയ സന്ദർഭോചിതമാണ്. മിനിസ്റ്ററൊക്കെ പഴയ കാലഘട്ടത്തിൽ കുറെ വായിക്കുന്നതുകൊണ്ടും ആ ഒരു ശീലത്തിൽ വളർന്നു വന്നിട്ടുള്ള ആൾക്കാരാണ് ഇവരൊക്കെ എന്നുള്ളത് കൊണ്ട് ഇത് ഏറ്റവും പ്രസക്തമായിട്ടുള്ള ഒരു വിഷയമാണ്. ഇന്ത്യൻ ജനതയുടെ ഈ ഭരണഘടന അറിയാത്തൊരു ജനതയെ ഉണ്ടാക്കുക എന്നുള്ളതാണ് RSSന്റെ ലക്ഷ്യം. അതിനെ തിരസ്കരിച്ചു കഴിഞ്ഞാൽ ഇവിടെ ബ്രാഹ്മണിസം തിരിച്ചു കൊണ്ടുവരാം, സമ്പൂർണമായിട്ടുള്ള ബ്രാഹ്മണിക് ഐഡിയോളജിയെ തിരിച്ചു കൊണ്ടുവരാം. അതിന്റെ ഉദാഹരണമാണ് 1-2 കൊല്ലം മുമ്പ് ചെങ്കോലും പിടിച്ചിട്ട് പാർലമെന്റിലേക്ക് കടന്നു വന്നത്. ബ്രാഹ്മണിസമാണത്. RSS അല്ലെങ്കിൽ ഹിറ്റ്ലർ, മുസോളിനി, ഇവിടുത്തെ RSS എപ്പോഴും ലോക ജനതയ്ക്ക് സന്ദേശം കൊടുക്കുക ചിത്രങ്ങളിലൂടെയാണ്.
ഫാസിസത്തിന്റെ അടവാണ് ചിത്രങ്ങളിലൂടെ സന്ദേശം പടരുക. പ്രസംഗിക്കുന്നതിനേക്കാൾ അവർക്കറിയാം ഒരു ചിത്രം കാണിച്ചാൽ ജനങ്ങളുടെ മനസ്സിൽ അത് എത്തുമെന്ന്. ആ ചിത്രമാണ് ലോകം കണ്ടത്, ചെങ്കോലും പിടിച്ച് കടന്നു വരുന്നത്. പിന്നിലാരാ? കാഞ്ചീപുരം മഠത്തിലെ സന്യാസിമാർ. 949 രാഷ്ട്രപതി ഭവനിൽ ബാബു രാജേന്ദ്ര പ്രസാദ് പ്രസിഡന്റ് ആവുന്നതിന് മുൻപ് ഒരു പൂജ നടത്തി. രാജേന്ദ്ര പ്രസാദ് ആവശ്യപ്പെട്ടതനുസരിച്ച് ആ പൂജയ്ക്ക് നേതൃത്വം കൊടുത്തത് ഇതേ കാഞ്ചീപുരം മഠത്തിൽ അന്നത്തെ സന്യാസിമാരാണ്. സർദാർ പട്ടേലും രാജഗോപാലാചാരിയും എല്ലാം പങ്കെടുത്ത പൂജയിൽ പണ്ഡിറ്റ് നെഹ്റുവിനെ വിളിച്ചു കൊണ്ടുവരാൻ പറഞ്ഞു. നെഹ്റു മനമില്ലാ മനസ്സോടുകൂടി സമ്മർദ്ദത്തിന് വഴങ്ങിക്കൊണ്ട് അവിടെ ചെന്നു. അപ്പൊ ഈ സന്യാസിമാരൊക്കെ പൂജ, യാഗു, ഹോമവും നടത്തുകയാണ്. രാജഗോപാലാചാരി പിടിച്ചിരുത്തി നെഹ്റുവിനെ അവിടെ. 10 മിനിറ്റ് കഴിഞ്ഞപ്പോ നെഹ്റു പറഞ്ഞു, ഈ കോമാളിത്തരം കാണാൻ ഞാനില്ല എന്നിട്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. അങ്ങനെ പറഞ്ഞൊരു പ്രധാനമന്ത്രി ഇട്ടൊന്നും ആ പ്രധാനമന്ത്രി ഇരുന്ന കസേരയിൽ എപ്പോഴത്തെ ആളിരിക്കുന്നു. ഇന്ത്യ എവിടെ എത്തി? ഇന്ത്യ പുരോഗമിക്കുകയാണോ പിന്നോക്കാണോ? ബുള്ളറ്റ് ട്രെയിനും ഇന്റർ കോണ്ടിനെന്റൽ ബാലിസ്റ്റിക് മിസൈലും അല്ലെങ്കിൽ റോക്കറ്റും ഒന്നും അയച്ചതുകൊണ്ട് പുരോഗമനമാവില്ല. അതൊരു ഘടകം മാത്രമാണ്. 36% പേർക്ക് ഒരു നേരത്തെ ഭക്ഷണമേ ഉള്ളൂ. മനുഷ്യ മലം കയറി തലയിൽ ചുമന്നിട്ട് അപ്പുറത്ത് കൊണ്ടുപോയി കളയുന്ന വാൽമീകി എന്ന് പറയുന്ന സമൂഹം ഡൽഹിയുടെ പ്രാന്തപ്രദേശങ്ങളിൽ 10,000-കണക്കിന് ഇപ്പോഴും ജീവിക്കുന്നുണ്ട്. അമർത്യാസൻ എഴുതുന്നുണ്ട് അവരെ കുറിച്ച്. എന്നിട്ട് എന്ത് ജനാധിപത്യം, എന്ത് സ്വാതന്ത്ര്യം, എന്ത് വികസനം? ആരിവരെ ഓർക്കുന്നു? 10-20% പേർക്ക് ഭക്ഷണമില്ല, പാർപ്പിടമില്ല, ശുദ്ധജലമില്ല, ശൗചാലയമില്ല. കക്കൂസ് കെട്ടാനല്ലേ പെട്രോളിന് വില കൂട്ടിയത്? എന്നിട്ട് എവിടെ കക്കൂസ്? ആര് പ്രതികരിക്കുന്നു? അവിടെയാണ് അംബേദ്കർ ചോദിച്ചത്, പ്രതികരിക്കാത്തൊരു ജനതയുണ്ടെങ്കിൽ എന്ത് ഭരണഘടന? എന്ത് നല്ല ഭരണഘടന ഉണ്ടായിട്ട് എന്താ കാര്യം ജനം പ്രതികരിക്കുന്നില്ലെങ്കിൽ? ഭരണഘടന പറയുന്നുണ്ടല്ലോ പ്രതികരിക്കാനുള്ള രീതികൾ. നിയമം ലംഘിച്ചുകൊണ്ടൊന്നും പ്രതികരിക്കേണ്ട ആവശ്യമല്ല. നിയമത്തിന് അനുസൃതമായിട്ട് തന്നെ ഉജ്ജ്വലമായ പോരാട്ടങ്ങൾ നടത്തിക്കൂടെ? ഈ കർഷകർ നടത്തിയില്ലേ 1 കൊല്ലം നീണ്ടു നിന്ന സമരം? മോഡി താൽക്കാലികമായെങ്കിലും ഒന്നും ഭയന്നില്ലേ? ഇനിയും ആ ബില്ല് തിരിച്ചു വരും, അത് ഇവരുടെ സമഗ്രാധിപത്യം വർദ്ധിച്ചാൽ. പക്ഷെ ഫാസിസത്തിനെ താഴെ ഇറക്കാൻ ഒരാൾക്കേ കഴിയുള്ളൂ, അത് മനുഷ്യ മഹാശക്തിക്കാണ്. ആ മനുഷ്യ മഹാശക്തിയെ പുനർജീവിപ്പിക്കാനുള്ള ഉത്തരവാദിത്തമാണ് ഇടതുപക്ഷ മതേതര ജനാധിപത്യ ശക്തികൾക്കുള്ളത്. വലിയൊരു പാരമ്പര്യമാണ് ഇടതുപക്ഷ മതേതര ശക്തികൾക്കുള്ളത്. ഈ നേതാക്കന്മാരൊക്കെ അത് കാണിച്ചു തന്നത് അംബേദ്കർ അടക്കമുള്ള നേതാക്കന്മാർ. അതുകൊണ്ട് മനുസ്മൃതി കത്തിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞത് ഈ ജാതീയതയെ തുടച്ചു നിൽക്കുക. ഈ അമ്പലം അന്നേ അംബേദ്കർ പറഞ്ഞത് രാമനല്ല ഇന്ത്യയുടെ വിമോചകൻ. ഇന്ത്യയുടെ വിമോചകൻ മാനുഷികതയാണ്, മാനവികതയാണ്. ഹിന്ദുത്വത്തിലെ ബ്രാഹ്മണ്യം പോലെ എല്ലാ മതത്തിലും ബ്രാഹ്മണ്യമുണ്ട്. എല്ലാ മതവും ഭരിക്കുന്നത് പൗരോഹിത്യമാണ്. പൗരോഹിത്യത്തിന്റെ ബഹുഭൂരിഭാഗം വരുന്ന പുരോഹിതന്മാരും അധാർമികതയിൽ സഞ്ചരിക്കുന്നവരാണ്, ജീവിക്കുന്നവരാണ്. അംബേദ്കർ അന്നേ എഴുതി വെച്ചത്. യേശുദേവൻ കഴുതപ്പുറത്താണ് സഞ്ചരിച്ചതെന്ന് ബൈബിള് പറയുന്നു. ഇന്നിപ്പോ ആർക്കും കഴുതപ്പുറത്ത് പോകാനൊന്നും പറ്റില്ല, സമ്മതിച്ചു. പക്ഷെ എറണാകുളത്തെ ഒരു ബിഷപ്പ് സഞ്ചരിക്കുന്ന 3 കോടി ഉറുപ്പുള്ള റോൾസ് റോയ്സ് കാറില്ല. എവിടെ എത്തി? യേശുദേവന്റെ അടുത്തെത്തിയോ? എല്ലാ മതത്തിലും ചില സന്യാസിമാരൊക്കെ 2 കോടി 3 കോടി ഉറുപ്പുള്ള കാറിലാണ് നടന്നത്. ഹിന്ദു മതത്തിലും മുസ്ലിം മതത്തിലും ക്രിസ്ത്യൻ മതത്തിലും ഒക്കെ. എന്തൊരു അടുപ്പാണ് ഇവരും പ്രവാചകന്മാരും തമ്മിൽ. ആര് ചിന്തിക്കുന്നു? പക്ഷെ റോൾസ് റോയ്സ് കാറിൽ വല്ലവരും വരുമ്പോഴുള്ള ആ ബിഷപ്പിനെയാണ് എല്ലാവരും കൈയടിച്ച് സ്വീകരിക്കുന്നത്. സാധാരണ ചെരുപ്പിടാതെ ഒരു ബിഷപ്പ് വന്ന് ഇയാളെന്ത് ബിഷപ്പ് എന്ന് ചോദിക്കും ഇന്നത്തെ ജനത. മാർപ്പാപ്പ കഴിഞ്ഞ ഡിസംബർ 25-ാം തീയതി സെന്റ് പീറ്റേഴ്സ് കത്തീഡ്രലിൽ ക്രിസ്മസ് പ്രഭാഷണം നടത്തിയപ്പോൾ 25-ാം തീയതി അദ്ദേഹം പ്രസംഗിച്ചു, പുരോഹിതന്മാരെ നിങ്ങൾക്ക് കാറ് വാങ്ങണമെങ്കിൽ വാങ്ങിക്കൊള്ളൂ, കുഴപ്പമില്ല. പക്ഷെ വാങ്ങുകയാണെങ്കിൽ ഏറ്റവും ചെലവ് കുറഞ്ഞ കാറ് വാങ്ങുമെന്ന് മാർപ്പാപ്പ ഈ കഴിഞ്ഞ 25-ാം തീയതി പ്രസംഗിച്ച. ആര് കേൾക്കുന്നു? ഇതൊക്കെ അംബേദ്കർ നേരത്തെ കണ്ടതാ. ഈ മത പൗരോഹിത്യം ഇന്ത്യൻ ജനതയെ വിഭജിക്കും. ഇന്ത്യൻ ജനതയുടെ മനസ്സിനുള്ളിൽ വിഭാഗീയ ചിന്തകൾ, സുഖലോലുപതയുടെ ചിന്തകൾ, ആഡംബരതയുടെ ചിന്തകൾ വളർത്തുമ്പോൾ ഇന്ത്യയുടെ സാമൂഹിക അസമത്വം വർദ്ധിക്കും. കഴിഞ്ഞ 35 കൊല്ലമായി ഇന്ത്യൻ മിഡിൽ ക്ലാസ് ഒരു അസംയുക്ത സമരത്തിന് ഇറങ്ങിയിട്ടില്ല. ഈ കർഷകർ നടത്തിയ ഒരു സമരം മാത്രമേ അതിനൊരു എക്സെപ്ഷൻ ആയിട്ടുള്ളൂ. ഇന്ത്യയിലെ മിഡിൽ ക്ലാസ്, ഡോക്ടേഴ്സ്, എഞ്ചിനീയേഴ്സ്, വക്കീലന്മാർ, ടീച്ചർമാർ, പ്രൊഫസർമാർ, ബാങ്ക് ഓഫീഷ്യൽ, സർക്കാർ ജീവനക്കാർ, ഏത് പാർട്ടിയുടെ ജീവനക്കാരാണെങ്കിലും അസംയുക്ത സമരത്തിന് ഇറങ്ങിയിട്ടില്ല. 1 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന സമരങ്ങൾ ഉണ്ടാവും. ധർണ സമരം സിന്ദാബാദ്, നിരാഹാര സമരം സിന്ദാബാദ് എന്നൊക്കെ പറഞ്ഞ പല സമരവും നമുക്ക് കാണാം.
ഒരു കൊല്ലം നീണ്ടു നിൽക്കുന്ന സമരം ചെയ്യാൻ ഏതെങ്കിലും ഒരു സംഘടനയ്ക്ക് ശക്തിയുണ്ടോ, ഊർജമുണ്ടോ? ചെയ്യില്ല. കാരണം പലതും നഷ്ടപ്പെടാനുണ്ട്. ഏത് പാർട്ടിയുടെ സംഘടനയാണെങ്കിലും അതൊക്കെ ഒരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ടാണ് ഫാസിസം വളരുന്നത്. ഫാസിസം താഴെ ഇറങ്ങണമെങ്കിൽ അസംനിഗ്ധ സമരം വേണം. വേറെ ഒരു രക്ഷയുമില്ല ഇവരെ പരാജയപ്പെടുത്താൻ. കാരണം അത്രമാത്രം ജനമസ്തിഷ്കത്തിൽ കയറിയിട്ടുള്ള ചിന്താഗതിയാണ് RSSന്റെ ഈ ബ്രാഹ്മണിക്കൽ ഐഡിയോളജി. ഇവർ ഐതിഹ്യങ്ങളെ ഉപയോഗിച്ചിട്ടാണ് ഭരിക്കുക, കോൺസ്റ്റിറ്റ്യൂഷനെ തകർക്കുക. ജനാധിപത്യ ബോധം, മതേതരത്വ ബോധം, സ്വാതന്ത്ര്യ ബോധം, ഇതാണല്ലോ 3 കോൺസ്റ്റിറ്റ്യൂഷന്റെ അടയാളം. ഇതിനെ തകർക്കുക. അതിനവർ പറയുന്നെന്താ? മുസോളിനി പറയുന്ന ഒരു വാചകമാണ്. മുസോളിനി പണ്ടേ പറഞ്ഞു, ജനാധിപത്യ സ്വാതന്ത്ര്യം എന്നൊക്കെ പറയുന്നത് പരമവിഡ്ഢികളാണ്. ബുദ്ധിയുള്ള ആൾക്കാർ ജപിക്കേണ്ട വാക്കാണ് ഫാസിസം. ഫാസിസം കാരണം ഫാസിസം എന്ന് പറഞ്ഞാൽ ആത്മീയതയാണെന്ന് മുസോളിനി എഴുതി വെച്ചു. അതാണ് ഗോൾവാൾക്കർ വിചാരധാരയിൽ എഴുതിയത്. അവിടെയാണ് ഇവർ പിടിക്കുന്നത് ഭരണഘടനയെ. അതുകൊണ്ട് അവർ ഐതിഹ്യങ്ങളിലൂടെ, കെട്ടുകഥകളിലൂടെ, ഈ സാങ്കല്പിക കഥകളിലൂടെ കഥകൾ പറഞ്ഞുകൊണ്ട് ജനങ്ങളെ കയ്യിലെടുക്കും, ഭരണഘടനയെ തകർക്കും. അതുകൊണ്ടാണ് രാമക്ഷേത്രം, അങ്ങനെ പല ദൈവങ്ങളുടെ പേരിലുള്ള മന്ത്രങ്ങൾ ഉരുവിട്ടുകൊണ്ടാണ് ഈ വോട്ടുകൾ നേടുന്നത് സംഘപരിവാർ. അതാണ് ഭരണഘടനയ്ക്കെതിരായിട്ടുള്ള വലിയ ഒരു ആയുധമായിട്ട് അവർ ഉപയോഗിക്കുന്നത്. 3000 കോടി രൂപ മുടക്കിയിട്ട് ക്ഷേത്രം പണിതിട്ട് ആ ക്ഷേത്രത്തിന്റെ ഉദ്ഘാടനം 3.5 മണിക്കൂർ ടെലിവിഷനിൽ കാണിച്ചു. റാംലല്ല വിഗ്രഹം പ്രതിഷ്ഠിച്ചു. ചെറിയ കുട്ടിയായ രാമന്റെ വിഗ്രഹം. രാമായണത്തിൽ കുട്ടിയായ രാമനെ കുറിച്ച് ബാലകാണ്ഡത്തിൽ കുറച്ചു നേരം പറയുന്നു എന്നല്ലാതെ വേറെ എവിടെയും കുട്ടിയായ ബാലനെ കുറിച്ച് പറയുന്നില്ല ആദികവി വാത്മീകി. പക്ഷേ റാംലല്ലയെ പിടിച്ച് എന്തിനാ? വിശദീകരണം വന്ന് ഓർഗനൈസർ എന്നുള്ള മുഖപത്രത്തിൽ RSSന്റെ സ്ത്രീകള് ഏറ്റവും അധികം ഇഷ്ടപ്പെടുക കുട്ടികളെ, അതുകൊണ്ടാണ് കുട്ടിയുടെ വിഗ്രഹം പ്രതിഷ്ഠിച്ചത്. പക്ഷെ അവിടെയും തോറ്റു BJP ആ മണ്ഡലത്തിലും. പക്ഷെ ആ വിഗ്രഹം പ്രതിഷ്ഠിച്ച് 1/2 മണിക്കൂറാണ് ഈ വിഗ്രഹം TV-യിൽ കാണിച്ചത്. ബാക്കി 3 മണിക്കൂറും കാണിച്ചത് വേറൊരു രാമനെയാണ്, നരേന്ദ്രമോദി എന്ന രാമനെ TV-യിൽ. അതാണ് അടയാളങ്ങൾ, ചിത്രങ്ങളിലൂടെ ഫാസിസത്തിനെ വളർത്തുക. രാമൻ കാട്ടിൽ പോയി തിരിച്ചു വന്നപ്പോൾ സീതയില്ല. ആദ്യത്തെ പ്രാവശ്യം അശ്വമേധയാഗം നടത്തണം. വസിഷ്ഠ മഹർഷി പറഞ്ഞു, ഭാര്യ വേണം ഒപ്പം, ഇല്ലെങ്കിൽ ഒരു പോംവഴി ഉണ്ട്, കാഞ്ചന സീതയെ ഇരുത്തിയാൽ മതി. അങ്ങനെ കാഞ്ചന സീതയെ ഇരുത്തിയിട്ട് യാഗം നടത്തി ശ്രീരാമചന്ദ്രൻ. സാക്ഷാൽ രാമായണത്തിൽ പറയുന്ന കഥ. ഇവിടെ ഒരു സീത ഇരുന്നു പ്രധാനമന്ത്രിയുടെ വലതുഭാഗത്ത്. ശ്രദ്ധിച്ചോ TV-യിൽ? അതാണ് ഭരണഘടനയെ വെല്ലുവിളിച്ച സീത. RSS തലവൻ മോഹൻ ഭാഗവത്താണ് മോഡിയുടെ വലതുഭാഗത്തിരുന്നത് സീതയായിട്ട്. ഇത് ജനത ചിന്തിക്കുന്നില്ല. അത്ര സൂക്ഷ്മമായിട്ടാണ് ഇവർ ഇറങ്ങിത്തിരിക്കുന്നത് തലച്ചോറിലേക്ക്, മസ്തിഷ്കത്തിലേക്ക്. മോഹൻ ഭാഗവത് ക്ലിയർ പൊളിറ്റിക്കൽ മെസ്സേജ് കൊടുക്കുകയാണ്, ഞാനാണ് ഭരണാധികാരി, ഇയാൾ അവിടെ ഇരുന്നിരിക്കുന്ന ആള് മാത്രം. ഇത് മനസ്സിലാക്കാതെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയിട്ട് കാര്യമില്ല നമ്മൾ. അംബേദ്കർ ഇതാണ് പറഞ്ഞത്, ഇവരെ സൂക്ഷിക്കണം. ഗാന്ധി ഗോൾവാൾക്കറുമായിട്ട് സംഭാഷണം നടത്തുന്നുണ്ട്. സെക്രട്ടറിയോട് 2-3 പ്രാവശ്യത്തിന്റെ സമ്മർദ്ദത്തിന്റെ ഫലമായിട്ട് ഒരു പ്രാവശ്യം അപ്പോൾ തോന്നുന്നു. അപ്പൊ ഗാന്ധി അദ്ദേഹം പോയതിന് ശേഷം പറഞ്ഞു പ്യാരേലാൽ എന്ന സെക്രട്ടറിയോട്, ഇനി അയാളെ വിളിക്കണ്ട കേട്ടോ, അയാൾ അപകടകാരിയാകും. അന്ന് എഴുതി വെച്ചിട്ടുണ്ട്. നെഹ്റുവിന് 4-5 തവണ മാപ്പ് എഴുതി കൊടുത്തു നിരോധനം നീക്കാൻ. സർദാർ പട്ടേലിന്റെ മധ്യസ്ഥത്തിലാണ് സംഭാഷണം നടത്തി നിരോധനം നീക്കിയത് RSSന്റെ സാംസ്കാരിക സംഘടനയെ പ്രവർത്തിക്കാൻ. പിന്നീട് ഇപ്പൊ എന്ത് സംസ്കാരം നമുക്കറിയാം. അപ്പൊ ഇതൊക്കെ ഭരണഘടനാ ലംഘനത്തിന്റെ ഏറ്റവും വലിയ ചേരുവകളായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നു. ഇന്ത്യ ഇന്ന് എത്തിപ്പെട്ടിരിക്കുന്നത് ഈ മഹാരഥന്മാർ പറഞ്ഞിട്ടുള്ള നാട്ടിൽ, അവരുടെ ജീവിത പ്രവർത്തനത്തിന്റെ ഏറ്റവും പരിശുദ്ധമായിട്ടുള്ള ഗംഗാനദി പ്രവാഹം സൃഷ്ടിച്ചിട്ടുള്ള നാട്ടിൽ ഇന്ന് മലീമസമായ ഗംഗ, കോവിഡ് കാലത്ത് 100 കണക്കിന് ശവങ്ങൾ ഒഴുകി നടന്ന ഗംഗ, 700 ചില്ലുവാനം കർഷകർ മരിച്ച സമരത്തിൽ മരിച്ച ഗംഗ, 12.5 ലക്ഷം കർഷകർ ആത്മഹത്യ ചെയ്തിട്ടുള്ള ഇന്ത്യ രാജ്യം, ഇതൊക്കെ ഭരണഘടനാ ലംഘനമല്ലേ? ആര് പ്രതികരിക്കുന്നു ഇന്ത്യയിൽ? ആ പ്രതികരണ ശേഷിയെ വീണ്ടെടുക്കുക എന്നുള്ളതാണ് ഈ നമ്മുടെയൊക്കെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ ഏറ്റവും വലിയ ഉത്തരവാദിത്വം. അത് തിരിച്ചെടുത്തേ പറ്റൂ നമ്മൾ. അല്ലെങ്കിൽ ഫാസിസം നമ്മുടെ മുന്നിൽ ഭീമാകാരമായ ഒരു സത്വമായിട്ട് വളർന്നുകൊണ്ട് ഇന്ത്യയെ ഓൾറെഡി തകർത്തു കഴിഞ്ഞു. ഇപ്പൊ ഇന്ത്യ നേരിടുന്നത് സ്വത്വബോധ രാഷ്ട്രീയമാണ്, ഐഡന്റിറ്റി പൊളിറ്റിക്സ്. ആ സ്വത്വബോധ രാഷ്ട്രീയത്തിനെതിരായ അംബേദ്കർ അന്ന് എഴുതി, ഞാൻ വർഗത്തിനെ അനുകൂലിക്കുന്നു, പക്ഷെ ആ വർഗത്തിന്റെ സാമ്പത്തിക
സാമ്പത്തിക ആവശ്യത്തിനെ തള്ളിക്കളയണം. അതിനെല്ലാവരെയും ഒരുപോലെ ചേർക്കുക. കാരണം മേൽജാതിക്കാര് എപ്പോഴും അടച്ചുപൂട്ടിയിരിക്കും, മറ്റുള്ളവരെ അടുപ്പിക്കാതെ. ബ്രാഹ്മണനും ക്ഷത്രിയനും മാത്രം മനുഷ്യൻ, ശൂദ്രനും വൈശ്യനും മനുഷ്യനല്ല, ബാക്കിയുള്ളവർ തീരെ മനുഷ്യനേ അല്ല. ഇന്ന് അവരെഴുതി വെച്ചപ്പോൾ അതെവിടെന്നാ കിട്ടിയത് അവർക്ക്? ഋഗ്വേദത്തിലൊരു ശ്ലോകമാണ് ഈ ബ്രാഹ്മണന്മാർ ഉപയോഗിച്ചത്. പുരുഷ സൂക്ത ശ്ലോകം എന്നൊരു ശ്ലോകമുണ്ട്. അതിൽ ഇപ്രകാരം പറയുന്നു: പരബ്രഹ്മത്തിന്റെ മുഖത്തു നിന്ന് ബ്രാഹ്മണൻ വരുന്നു, മനസ്സിൽ നിന്ന് ക്ഷത്രിയൻ വരുന്നു, തുടയിൽ നിന്ന് വൈശ്യൻ വരുന്നു, കാൽപാദത്തിന്റെ അടിയിൽ നിന്ന് ശൂദ്രൻ വരുന്നു. ആ ശ്ലോകമാണ് ബ്രാഹ്മണിസം അടിച്ചേൽപ്പിക്കാൻ അന്നു മുതൽ ഇന്നേ വരെ അവര് സ്വീകരിച്ചിട്ടുള്ളത്. ആ സൂക്തം അമ്പലത്തിൽ ചെന്നാൽ ഇപ്പോഴും തിരുമേനിയോട് പറഞ്ഞാൽ മതി ഒരു പുഷ്പാഞ്ജലി കഴിക്കാൻ. പുരുഷ സൂക്ത പുഷ്പാഞ്ജലി ഉണ്ട് അവിടെ. ചെല്ലുന്ന തിരുമേനിക്കും അറിയില്ല, കേൾക്കുന്ന ആൾക്കും അറിയില്ല അതിന്റെ അർത്ഥം. പല അമ്പലത്തിലും സ്വീകത. കർക്കിടക മാസത്തിൽ എല്ലാ അമ്പലത്തിലും രാമായണം വായനയുണ്ട്. പോവാൻ കേട്ടിട്ടുണ്ടാവും, കാണുന്നുണ്ടാവും. പക്ഷെ മിക്കവാറും അമ്പലത്തിൽ 10-15 ആളൊക്കെ ഉള്ളൂ. നേരെ മറിച്ചൊരു ഉത്സവാഞ്ചിൽ ആയിരക്കണക്കിന് ആൾക്കാരുണ്ട്. ഇപ്പൊ ഇന്നലെ BP അങ്ങാടി നേർച്ചുണ്ടായിരുന്ന ഒരു ആനെടുത്ത് ഒരാളെ എറിയണം നമ്മൾ കണ്ടു. ആർഭാടങ്ങൾക്ക് പിന്നിൽ ജനക്കൂട്ട. വിവരം വെക്കുന്ന സദസ്സിൽ ആരുമില്ല. അപ്പൊ രാമായണ പാരായണത്തിനും അവിടെ സ്ഥിതി തന്നെയാ. ചെല്ലുന്ന ആൾക്കും അറിയില്ല, കേൾക്കുന്ന ആൾക്കും അറിയില്ല രാമായണത്തിന്റെ ചെല്ലിയതിന്റെ അർത്ഥം പകുതിയിലധികം. കർക്കിടക മാസത്തിൽ ഇത് വായിക്കാൻ പാടുള്ളൂ. ഉത്തരം ആര് പറഞ്ഞു? വാത്മീകി പറഞ്ഞിട്ടുണ്ടോ? ഏതെങ്കിലും ദൈവം രാമൻ പറഞ്ഞിട്ടുണ്ടോ? ശ്രീരാമചന്ദ്രൻ ജനിച്ചത് കർക്കിടകത്തിലെ പുണർന്നം നക്ഷത്രത്തിലാ. അത് ഇവര് പിടിച്ചു. ഇത് കഴിഞ്ഞൊരു 30 കൊല്ലമായിട്ടല്ലേ തുടങ്ങിയിട്ടുള്ളൂ ഈ കർക്കിടക മാസത്തിൽ രാമായണം വായിക്കണമെന്ന്. മതത്തിനെ ആചാരമാക്കി, മതത്തിനെ ഉയർന്ന മൂല്യങ്ങളിൽ നിന്ന് ആചാരങ്ങളിലേക്ക് കൊണ്ടുവന്നു. ഹിന്ദുമതവും മുസ്ലിം മതവും ക്രൈസ്തവ മതവും. അങ്ങനെ ഇന്ത്യ മതസ്പർദ്ധയുടെ നാടായി. പൗരോഹിത്യവും മൂലധന ശക്തികളും കൂടി വളർന്ന ഇന്ത്യ ഭരിക്കുമ്പോൾ അംബേദ്കർ അതിനെതിരായിട്ടാ പറഞ്ഞത്. അന്നത്തെ മുതലാളിത്ത വിഭാഗത്തിനെതിരെ ചൂണ്ടി ഇവരാണ് ബ്രാഹ്മണ്യസത്തിനെ വളർത്തുക. അഡാനിക്കും അംബാനിക്കും ഇന്ത്യയുടെ സമഗ്രാധിപത്യം വേണമെങ്കിൽ മതമൗലികവാദത്തിന്റെ പിന്തുണ വേണം. ആ മതമൗലികവാദവും മൂലധന ശക്തികളും കൂടി വളർന്നു വരുമ്പോൾ, ആ വളർച്ചയ്ക്ക് കേന്ദ്ര ഗവൺമെന്റ് ഒത്താശ ചെയ്തു കൊടുക്കുമ്പോൾ അതിനെയാണ് ഫാസിസം എന്ന് എഴുതി വെച്ച ആളുടെ പേരാണ് ഇറ്റാലിയൻ ഫാസിസ്റ്റ് ബെനിറ്റോ മുസോളിനി. അതാണ് ഇപ്പൊ ഇന്ത്യയിൽ നടക്കുന്നത്. ഒരു ഭാഗത്ത് മൂലധന ശക്തികളും മറുഭാഗത്ത് മതമൗലികവാദികളും ഭീമാകാരമായി വളരുമ്പോൾ കേന്ദ്ര ഗവൺമെന്റ് അതിന് ഒത്താശ ചെയ്തു കൊടുക്കുന്നു. അപ്പൊ പള്ളി പൊളിക്കും, ക്ഷേത്രം പണിയും. സംഭാലിൽ പല പള്ളികളും പൊളിക്കാൻ വന്നു. പല പള്ളികളുടെ അടിയിലും ശിവലിംഗം എന്ന് പറയുന്നു. താജ്മഹൽ പൊളിക്കാനുള്ള പദ്ധതി തുടങ്ങുന്നു. ഇങ്ങനെ പലതും ഇന്ത്യ കാണേണ്ടി വരുന്നു. ഇതൊക്കെ ഭരണഘടനാ ലംഘനമല്ലേ? ഇനി എന്താണ് ലംഘിക്കാനുള്ളത്? സുപ്രീം കോടതിയെ പോലും ചൊൽപ്പടിക്ക് നിർത്തുന്നു. ജഡ്ജിമാർ പ്രധാനമന്ത്രി പറയുന്ന കേൾക്കുന്ന തരത്തിൽ പ്രവർത്തിക്കണമെന്നുള്ള ഉദാഹരണം. ചീഫ് ജസ്റ്റിസ് MP ആയിട്ട് മാറുന്നു ഇന്ത്യയിൽ പിൽക്കാലഘട്ടത്തിൽ. എവിടെ എത്തുന്നു രാജ്യം? ധാർമ്മികതയുടെ കൂടാരമായിട്ട് ഇന്ത്യ മാറി. അതിനെ തടുക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ പ്രത്യയ ശാസ്ത്രമാണ്. അതാണ് കേരളത്തോടുള്ള ഏറ്റവും വലിയ വിദ്വേഷവും ശത്രുതയും. അപ്പൊ വയനാടിന് ഒരു പൈസ പോലും തരാത്തതിന്റെ കാരണം മുഖ്യമന്ത്രി പിണറായി വിജയനോ മറ്റു മന്ത്രിമാരോ ഒന്നുമല്ല. അതിന്റെ കാരണം, അതിന്റെ ബേസിക് റീസൺ പൊളിറ്റിക്കൽ ഐഡിയോളജിയാണ്. സംഘപരിവാറിന് ഇഷ്ടമല്ല ഇടതുപക്ഷ പ്രത്യയ ശാസ്ത്രം. തർക്കമൊന്നും വേണ്ട അതില്ല. ആ ഇടതുപക്ഷ പ്രത്യയ ശാസ്ത്രം നിലനിൽക്കുന്നിടത്തോളം കാലം അവരിൽ എത്ര പേര് മരിച്ചാലും ഞങ്ങളുടെ സഹായമില്ല എന്ന് അസംനിഗ്ധമായിട്ട് അവർ പറയും. അതിന് നിയമത്തിന് എന്ത് രീതിയിലും അവര് ദുർവ്യാഖ്യാനിക്കും, പലതും ചെയ്യും. അത് ഇന്ന് ഗോൾവാൾക്കറുടെ കാലഘട്ടത്തിലേ തുടങ്ങിയതാണ്. എത്ര ഭീകര പ്രവർത്തനങ്ങൾ നടക്കുന്നു. UP-യിലും MP-യിലും ഒക്കെ എത്ര ആൾക്കാരെ ചുട്ടുകൊല്ലുന്നു. അവിടെയൊക്കെ ദുരന്തങ്ങൾ നടക്കുമ്പോൾ എത്ര വേഗത്തിലാണ് കോടികൾ അവിടെ വിതരണം ചെയ്യപ്പെടുന്നത് പുനർജീവനത്തിന് വേണ്ടിയിട്ട്. ഇവിടെ ലെഫ്റ്റ് ഐഡിയോളജി അത് ലോകത്തിൽ എവിടെ നിന്നാലും അത് RSS പ്രത്യയ ശാസ്ത്രത്തിന്, മുസോളിനിയെ പ്രത്യയ ശാസ്ത്രത്തിനെതിരാണ്. ആണ് ഭരണഘടനയെ ചേർത്ത് പിടിച്ച് ഭരിക്കുമ്പോൾ ഇതൊന്നും അനുവദിക്കപ്പെടുകയില്ല. അതുകൊണ്ട് ഭരണഘടനയെ ക്രമേണ നിഷ്കാസനം ചെയ്യണം, അതിനെ ഉന്മൂലനം ചെയ്യണം, അതിന്റെ ഉജ്ജ്വലമായ ആദർശങ്ങളെ മാറ്റി നിർത്തണം. അതുകൊണ്ട് അംബേദ്കർ പറയുന്നത് നല്ല ആൾക്കാർ ഭരണഘടന ചീത്ത രീതിയിൽ പ്രയോഗിക്കേണ്ട ഘട്ടം വന്നാൽ അതും ഉണ്ടാകാം. ഇപ്പൊ അതാ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ചീത്ത ആൾക്കാർ ഭരണഘടനയെ നല്ലതായിട്ട് ഉപയോഗിച്ചിട്ടും കാര്യമില്ല, അതും ഇപ്പൊ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു.
വലിയൊരു ദുരന്തത്തിന്റെ ഭൂമുഖത്താണ് ഇന്ത്യ. ഒരു വലിയ പ്രതിസന്ധി ഇന്ത്യ. നമുക്കാകെ അതിജീവന മന്ത്രം ഈ ഭരണഘടന മാത്രമാണ്. ഭരണഘടനയാണ് നമ്മുടെ രക്ഷാകവചം. ആ ഭരണഘടനയെ ജീവിപ്പിക്കുക, നിലനിർത്തുക എന്നുള്ളതാണ് ഓരോ ഭാരതീയന്റെയും കടമ. ചരിത്രത്തിനെ വിസ്മരിക്കുന്നു, പുതിയ ചരിത്രം വരുന്നു. ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് സവർക്കറാണെന്ന് പഠിപ്പിക്കുന്നു പല കോളേജുകളിലും UP-യിൽ. നെഹ്റു ഇല്ല, സർദാർ പട്ടേൽ ഇല്ല, മൗലാന ആസാദ് ഇല്ല, ശ്രീനാരായണ ഗുരുദേവൻ പോലും ചരിത്രത്തിൽ നിന്ന് മാറിക്കൊണ്ടിരിക്കുന്നു. ഏത് ചരിത്രം? ഭരണഘടനാ ധ്വംസനമല്ലേ? അതിനെതിരായിട്ട് നമ്മളല്ലേ ആശയ പ്രചരണം നടത്തേണ്ടത്? മുഗൾ ചക്രവർത്തിമാരുടെ ചരിത്രം പഠിപ്പിക്കാൻ പാടില്ല. അങ്ങനെ പല ഭൂതകാല ചരിത്രത്തിനെയും വിസ്മരിച്ചുകൊണ്ട് പുതിയ സവർക്കറുടെയും ഗോൾവാൾക്കറുടെയും ചരിത്രം പഠിപ്പിക്കുക എന്ന് പറയുമ്പോൾ ഭരണഘടനാ ലംഘനമാണ്. ആശയാവിഷ്കാരം, അഭിപ്രായ സ്വാതന്ത്ര്യം, എഴുതാനുള്ള സ്വാതന്ത്ര്യം, ഇതൊക്കെ നിഹനിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ചോദ്യം ചോദിക്കുന്നവർ ജയിലിൽ പോകുന്നു. പത്രലേഖകർ സത്യസന്ധമായി പ്രവർത്തിച്ചാൽ അവരെ ജയിലിൽ അടയ്ക്കുന്നു. എഴുത്തുകാരോട് മിണ്ടാതിരിക്കാൻ പറയുന്നു. തമിഴിലെ ഏറ്റവും വലിയ എഴുത്തുകാരൻ പെരുമാൾ മുരുകൻ എഴുതിയിട്ടില്ല, പേടിച്ചിട്ട് എഴുത്ത് നിർത്തി. ഇവിടെ അന്തരിച്ചു പോയ MT വാസുദേവൻ നായരെ അടക്കം ഇവർ ഭീഷണിപ്പെടുത്തി. പല സാഹിത്യ കുലപതികളെയും ഇവർ ഭീഷണിപ്പെടുത്തി. വ്യത്യസ്ത അഭിപ്രായം വന്നാൽ ഇവർക്ക് പേടിയാണ്. അങ്ങനെ ഗൗരി ലങ്കേഷ് വധിക്കപ്പെട്ടു, ഗൾബുർഗി വധിക്കപ്പെട്ടു, ഗോവിന്ദ് ബൻജാരെ വധിക്കപ്പെട്ടു. ഇതൊക്കെ രാജ്യത്ത് നടക്കുന്ന സംഭവങ്ങളാണ്. നാളെ നമ്മുടെ ദേഹത്തേക്കും വരും ഇവർ. അത് വരുന്നതിനേക്കാൾ മുമ്പ് ഈ അധമ സംസ്കാരം പ്രചരിപ്പിക്കുന്ന സംഘപരിവാറിന്റെ, മറുഭാഗത്ത് ജമാഅത്തെ ഇസ്ലാമിയുടെ ആശയങ്ങൾക്കെതിരായിട്ടുള്ള പോരാട്ടം അസന്നിഗ്ധമായിട്ട് ഇന്ത്യയിൽ ഉണ്ടാകണം. അതാണ് ഇവരൊക്കെ കാക്ഷിച്ചത്. അംബേദ്കറെ പോലെയുള്ള അത്യുന്നതനായിട്ടുള്ള മഹാമനീഷിമാർ മുഴുവൻ അവരുടെ പുസ്തകങ്ങൾ നമ്മളോട് പറയുന്നത് അതാണ്, അവരുടെ ചിന്തകൾ നമ്മളോട് പറയുന്നത് അതാണ്. അതാതെ ഈ ഉപരിപ്ലവമായ ചിന്തകളിലൂടെ നമ്മൾ ആഡംബരതയുടെയും സുഖലോലുപതയുടെയും അടിത്തട്ടിൽ കഴിയുകയാണെങ്കിൽ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, 35 കൊല്ലമായിട്ട് ഇന്ത്യയിലെ മധ്യവർഗം സമരത്തിന് വരാത്തതിന്റെ കാരണം അവർ സുഖലോലുപതയുടെ മടിത്തട്ടിൽ സുഖമായി കിടന്നുറങ്ങുകയാണ്. അമർത്യാസൻ പറയുന്നുണ്ട്, ഗ്ലോറി ആൻഡ് കോൺട്രഡിക്ഷൻസ് ഓഫ് ഇന്ത്യ എന്നുള്ള പുസ്തകത്തിൽ അദ്ദേഹം പറയും, കഴിഞ്ഞ ഈ മിഡിൽ ക്ലാസ്സിനെയാണ് BJP ഏറ്റവും അധികം സ്നേഹിക്കുന്നത്. അവർക്ക് എല്ലാ സുഖ സൗകര്യങ്ങളും കൊടുത്തു. ഇന്ത്യൻ ജനസംഖ്യയുടെ 40% അവരുടെ വോട്ട് കെട്ടി അധികാരത്തിൽ കയറാം. ഇവിടെ പ്രൊഫസേഴ്സ്, ഡോക്ടേഴ്സ്, എഞ്ചിനീയേഴ്സ് ഒരു 10 ആളോട് ചോദിച്ചു നോക്കൂ, 8 ആളും പറയും ഞാൻ BJP-കാരനാണ്. പണ്ടൊരു ഡോക്ടർ BJP-കാരനാണെന്ന് പറയാൻ നമുക്ക് ആലോചിക്കാൻ പറ്റില്ല. ഒരു വക്കീൽ ഇന്ന് ഞാൻ അഭിമാനത്തോടു കൂടി പറയുന്നു ഞാൻ RSS-കാരനാണെന്ന്. എവിടെ എത്തി സമൂഹം? അതാണ് RSS-ന്റെ വിജയം. RSS വിജയിക്കുമ്പോൾ പരാജയപ്പെടുന്നത് ആരാ? ഇടതുപക്ഷ പ്രത്യയ ശാസ്ത്രം. ഇടതുപക്ഷ പ്രത്യയ ശാസ്ത്രം പരാജയപ്പെടുന്നത് എന്തുകൊണ്ടാ? നമ്മൾ ആശയ പ്രചരണത്തിന് ഇറങ്ങുന്നില്ല. RSS-കാർ ഓരോ വീടുകളിലും കയറി ഇറങ്ങി അവരുടെ ആശയം പ്രചരിപ്പിക്കുന്നു. മറുഭാഗത്ത് ജമാഅത്തെ ഇസ്ലാമി പ്രചരിപ്പിക്കുന്നു. ശാഖകളിൽ മുഴുവൻ പ്രചരിപ്പിക്കുന്ന ഇത്തരത്തിലുള്ള ആശയങ്ങൾ. ഓരോ 10 വീടിനും ഒരാളാണ് ചുമതലക്കാരൻ. പണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ദേശീയ പ്രസ്ഥാനമൊക്കെ ഇത് ചെയ്തിരുന്നതാണ് കേട്ടോ. അപ്പൊ അതൊക്കെ പോയി. അപ്പൊ ആ ഒരു രീതിയിലേക്ക് മടങ്ങി വന്നുകൊണ്ട് ആശയപരമായ പ്രബോധനം നടത്തിയാലല്ലാതെ ഭരണഘടന സംരക്ഷിക്കാൻ പറ്റുകയില്ല. ആശയപരമായ പ്രബോധനം ഉണ്ടാകുമ്പോൾ രാജ്യത്തിലെ ജനങ്ങൾ പ്രചോദിതരാകും. ആ ആശയങ്ങളാണ് ലോകത്തിലെ ഏറ്റവും വലിയ ആയുധം. ലോക സാഹിത്യകാരൻ വിക്ടർ ഹ്യൂഗോന്റെ പ്രസിദ്ധമായ വാചകം, ഐഡിയ ഈസ് മോർ പവർഫുൾ ദാൻ എ ബുള്ളറ്റ്. ബുള്ളറ്റിനേക്കാൾ ശക്തിയാണ് ആശയങ്ങൾക്ക്. ആശയങ്ങളാണ് നമ്മൾ പ്രചരിപ്പിക്കേണ്ടത്. ആശയത്തിന്റെ അല്ലെങ്കിൽ മാനവികതയുടെ പ്രചാരകനായിരുന്നു ശ്രീമാൻ CH ഹരിദാസ്. അങ്ങനെയുള്ള ചെറുപ്പ യുവത്വമാണ് രാജ്യത്തിന് ആവശ്യം. യുവത്വം ഒരു രാഷ്ട്രത്തിന്റെ അണയാത്ത ജ്വാലയാണ്. അത് അണയില്ല. വിവേകാനന്ദ സ്വാമികൾ പറയും, യുവാക്കളെ രക്തധമനികളിൽ ആവേശം തുളുമ്പുന്ന, ചുടുചോരയൊടുകുന്ന, പ്രതിസന്ധികളെയും പ്രതിബന്ധങ്ങളെയും അതിജീവിക്കാൻ പറ്റുന്ന യുവത്വമേ എന്റെ കൂടെ വരിക, പോരാടാൻ നമുക്ക്. യുവത്വമാണ് രാഷ്ട്രത്തിന്റെ ജ്വാല. വാത്മീകി പറയും രാമനെ കുറിച്ച്, രാമൻ ചിലപ്പോൾ വളരെ 2-3 സന്ദർഭത്തിലെ രാമൻ രാമായണത്തിൽ കോപിക്കുന്നത്. അപ്പൊ രാമന്റെ കണ്ണുകളെ വിവരിക്കുന്നുണ്ട് വാത്മീകി. അപ്പൊ വാത്മീകി പറയും, കാലാഗ്നി കണക്കെ ക്രോധ, കാലത്തിന്റെ അഗ്നി പോലെ അങ്ങനെ കണ്ണ് ചുവന്നിരിക്കുകയാണ്. 1-2 പ്രാവശ്യം രാമൻ അങ്ങനെ ചുവന്നു. അങ്ങനെ രാമൻ 3 പ്രാവശ്യമേ ആയുധമെടുത്തിട്ടുള്ളൂ യുദ്ധം ചെയ്യാൻ. ഒന്ന് ചെറുപ്പത്തിൽ വിശ്വാമിത്രനോടൊപ്പം കാട്ടിൽ പോയി യാഗം മുടക്കുന്ന രാക്ഷസന്മാരെ കൊല്ലാൻ. 2ാമത് സീതാന്വേഷണത്തിന് പോകുമ്പോൾ വാനര രാജാവായ ബാലിയെ കൊല്ലാൻ. 3ാമത് ലങ്കാ ചക്രവർത്തി രാവണനെ കൊല്ലാൻ. എന്നാൽ RSS-ന്റെ
ഫ്ലക്സ് ബോർഡിൽ സ്ഥാപിച്ചിട്ടുള്ള രാമനോ അമ്പും വില്ലും പിടിച്ചിങ്ങനെ നിൽക്കുകയാണ് 24 മണിക്കൂറും. കൃത്യമായ പൊളിറ്റിക്കൽ മെസ്സേജാ. ആർക്ക്? അപരനോട്, നിങ്ങളെ കൊല്ലാൻ ഞാനിതാ വരുന്നു. മുസൽമാനുള്ള മെസ്സേജാ അത്, ക്രൈസ്തവർക്കുള്ള മെസ്സേജാ അത്, കമ്മ്യൂണിസ്റ്റുകാർക്കുള്ള മെസ്സേജാ, ഇന്ത്യയിൽ ബ്രാഹ്മണ ക്ഷത്രിയരല്ലാത്തവർക്കുള്ള മെസ്സേജാ. എന്താ രാമനും സീതയും കൂടി ചേർന്ന് നിൽക്കുന്ന ചിത്രം അടിക്കായിരുന്നില്ലേ ഫ്ലക്സ് ബോർഡിൽ? ശീലല്ലോ. ഇതിങ്ങനെ പിടിച്ച് നിൽക്കുക. ആദി കവി 3 പ്രാവശ്യം രാമനെ കൊണ്ട് യുദ്ധം ചെയ്യിപ്പിച്ചിട്ടുള്ളൂ. പിന്നെ എങ്ങനെ 24 മണിക്കൂർ രാമൻ യുദ്ധം ചെയ്യേണ്ട ചിത്രം? അതാണ് ഫാസിസത്തിന്റെ ടെക്നിക്സ്. ആ ഒരു ടെക്നിക്കിലൂടെ അവർ ബുദ്ധിയെ ആകർഷിക്കും ജനമനസ്സിന്റെ. അങ്ങനെയാണ് ഫാസിസം വളരുക. ഹിറ്റ്ലർ ജനങ്ങളെ അഭിസംബോധന ചെയ്യും. ലക്ഷക്കണക്കിന് ജനങ്ങൾ ഹിറ്റ്ലറുടെ പ്രസംഗം കേൾക്കാൻ വരും. ഹിറ്റ്ലർ നല്ല പ്രാസംഗികനായിരുന്നു. അപ്പൊ ഹിറ്റ്ലർ പ്രസംഗിച്ചിട്ട് ഇങ്ങനെ അവസാനം വരിക, കൈ ഇങ്ങനെ സല്യൂട്ട്, ഹിറ്റ്ലറുടെ സല്യൂട്ട് ഇങ്ങനെയാ, എന്നിട്ട് ഇങ്ങനെ കാണിക്കും സ്വസ്തിക. അപ്പൊ ഇതിന്റെ വിശദീകരണം കൊടുക്കേണ്ട ഹിറ്റ്ലർ മെയിൻ കാഫ് എന്ന് പറയുന്ന തന്റെ ആത്മകഥയിൽ എന്താ എങ്ങനെ കാണിച്ചാൽ, ഈ ഭൂഗോളത്തിന്റെ അധിപനാണ് ഞാൻ, എല്ലാ ജനങ്ങളും എന്റെ കീഴിലാണ്, എല്ലാവരും എന്റെ കീഴിൽ. ഫാസിസത്തിന്റെ അടയാളവാക്യമാണത്. അപ്പൊ അത്തരത്തിലുള്ള അടയാളങ്ങളിലൂടെയാണ് ഇവർ ജനങ്ങളിലേക്ക് ഇറങ്ങി വരുന്നത്. കേരളത്തിലെ ഏറ്റവും വലിയ ബുദ്ധിജീവികളിൽ അല്ലെങ്കിൽ മഹാപണ്ഡിതനായിരുന്ന MN വിജയൻ സാറും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ആദ്യകാല സ്ഥാപക നേതാവുമായ MN റോയും ഒക്കെ എഴുതിയ ഫാസിസത്തിനെതിരെ എന്നുള്ള പുസ്തകം വായിച്ചാൽ ഇതൊക്കെ കാണാം. അടയാളങ്ങളിലൂടെയാണ് ഇവർ ഉയർന്നു വരിക. ആ അടയാളങ്ങൾ, രാമക്ഷേത്രം ഒരു അടയാളം, ആയുധം പിടിച്ചിട്ടുള്ള നിൽപ്പ്, അങ്ങനെ പല അടയാളങ്ങളുമുണ്ട്. NCP ആയാലും കോൺഗ്രസ് ആയാലും CPI ആയാലും CPIM ആയാലും ഒക്കെ കാൽനട ജാതിയും വാഹന പ്രചരണ ജാതിയും ഒക്കെ നടത്തുക. ഇവരോ രഥയാത്ര, അടയാളമാണ്. സൂര്യവംശ ചക്രവർത്തി രഘുവംശ തിലോത്തമൻ ശ്രീരാമചന്ദ്രൻ സഞ്ചരിച്ച രഥത്തിലൂടെ ഞാനിതാ വരുന്നു, ഞാൻ വന്നു ആ പള്ളി പൊളിച്ചു, അഡ്വാനി തുടങ്ങിയത്. ഇപ്പൊ എല്ലാം രഥയാത്ര, അടയാളമാണ് രഥം, ചക്രവർത്തിമാരുടെ വാഹനം. ആ അടയാളം ഇന്ത്യൻ മനസ്സിലേക്ക് കയറി. അങ്ങനെ മധ്യകാല യുഗത്തിലേക്ക്, പൗരാണിക ഇന്ത്യയിലേക്ക് ഇന്ത്യയെ കൊണ്ടുപോവുക. അതാണ് അംബേദ്കർ എതിർത്തത്. എല്ലാവരും സമന്മാരാണെന്ന് കാണുക. ജാതി മതവും നിറവും വംശവും ഒന്നും വേണ്ട. വംശീയത, അതുകൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുക. വംശീയത എന്ന് പറയുന്ന പദത്തിനെ അംബേദ്കർ എതിർത്തു. റേസിസം, വംശത്തിനെ എതിർത്തു. ആ വംശം എന്ന് പറയുന്ന സങ്കല്പം ഇന്ത്യയിൽ കൊണ്ടുവന്നത് RSSന്റെ ഒരു ഹിസ്റ്റോറിക്കൽ എവിഡൻസ് ഉണ്ട് അതിന്. കൊങ്കണസ്ഥ ബ്രാഹ്മണന്മാരെ കുറിച്ചുള്ള ഗ്രന്ഥം, ചെറിയ ഗ്രന്ഥം. മംഗലാപുരം തീരത്തുള്ള കൊങ്കൺ കടപ്പുറത്ത് പരശുരാമൻ ധ്യാനത്തിലിരിക്കുന്ന സമയത്താണ് 10-15 ശവശരീരം അവിടെ വന്ന് അടിയുന്നത്. ഇടയ്ക്കൊന്ന് കണ്ണു തുറന്ന് നോക്കിയപ്പോൾ ഈ ശവശരീരങ്ങൾ പരശുരാമൻ കാണുന്നു. അവരെ എടുത്ത് ചിതയിൽ വെച്ച് സംസ്കരിച്ച് അവരെ ജീവിപ്പിച്ചു പരശുരാമൻ എന്നാണ് ഐതിഹ്യം. ഇവർ എഴുതി വെച്ചിരിക്കുന്നത്. അപ്പൊ ചിതയിൽ, ചിത് മനസ്സ്, ചിതയിൽ വെച്ച് സംസ്കരിച്ചവർ മനസ്സ് ശുദ്ധീകരിക്കപ്പെട്ടവർ. ചിത് പവൻ, മനസ്സ് ശുദ്ധീകരിക്കപ്പെട്ടവർ. ആ ചിത്പവൻ ആൾക്കാരാണ് ചിത്പവൻ ബ്രാഹ്മണന്മാരായി മാറിയത്. അവരവിടെ നിന്ന് പൂനെയിലേക്ക് കുടിയേറി മറാഠ സാമ്രാജ്യത്തിന്റെ കീഴിൽ വ്യാപരിച്ചു. ഛത്രപതി ശിവജി ഭരിക്കുന്ന സമയത്ത് അവരെ മന്ത്രിസഭയിൽ കൂടിക്കേറി. ഛത്രപതി ശിവജിയുടെ മകൻ അധികാരമേറ്റെടുത്തപ്പോൾ ഈ ചിത്പവൻ ബ്രാഹ്മണന്മാരിൽ ഒരാൾ ആദ്യത്തെ പ്രധാനമന്ത്രിയെ പേഷവാസ് എന്നാണ് അവരെ വിളിച്ചത്. ആ പേഷവമാർ 100 കൊല്ലം മറാഠ സാമ്രാജ്യത്തിന്റെ അധിപന്മാരായിട്ട് വാണു. സാമ്പത്തികമായും രാഷ്ട്രീയമായും അവർ അധിപന്മാരായി. ബ്രിട്ടീഷുകാരുമായുള്ള ഏറ്റുമുട്ടൽ പൂനെയിലെ കൊർഗോഗാവൻ പ്രദേശത്തുള്ള യുദ്ധത്തിൽ നടന്നതോടുകൂടി ഈ അംബേദ്കറുടെ വിഭാഗമായ ദളിത് വിഭാഗവുമായി, മെഹർ വിഭാഗവുമായുള്ള ഏറ്റുമുട്ടലിൽ അവർ ബ്രിട്ടീഷ് പക്ഷത്തോട് ചേർന്നിട്ട് അവരെ തോൽപ്പിച്ചപ്പോൾ കടുത്ത നിരാശ, കടുത്ത പക, കടുത്ത വിദ്വേഷം ചിത്പവൻ ബ്രാഹ്മണന്മാർക്കുണ്ടായി. അന്നു മുതൽ അവർ പറഞ്ഞു, ഞങ്ങൾ ശ്രേഷ്ഠരായ ബ്രാഹ്മണർ, സാധാരണ ബ്രാഹ്മണരെ പോലെയല്ല, ഞങ്ങളാണ് ബ്രാഹ്മണരിൽ ശ്രേഷ്ഠർ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ബാലഗംഗാധര തിലകൻ, ഗോപാലകൃഷ്ണ ഗോഖലെ തുടങ്ങി RSSന്റെ ആദ്യത്തെ തലവൻ ഹെഗ്ഡേവാർ, ഗോൾവാൾക്കർ, ഇപ്പോഴത്തെ തലവൻ മോഹൻ ഭാഗവത് ഒക്കെ ചിത്പവൻ ബ്രാഹ്മണന്മാരാണ്. പരിശോധിച്ചാൽ അതാണ് ഈ വിദ്വേഷം, പക, വംശീയ സിദ്ധാന്തം, വംശീയ ഉന്മൂലനം. വംശീയത എന്നുള്ള വാക്ക് ഇന്ത്യൻ പുരാണത്തിൽ ആദ്യം ഉപയോഗിച്ച ആളുടെ പേരാണ് പരശുരാമൻ. 21 പ്രാവശ്യമാണ് ക്ഷത്രിയ വംശത്തിനെ തൊട്ടച്ച് നീക്കിയത്. പുരാണത്തിൽ മഴുവെടുത്ത് വെട്ടിക്കൊല്ലുകയാണ് ലക്ഷക്കണക്കിന് ആൾക്കാരെ. വംശീയ ഉന്മൂലനം. അതാണ് പരശുരാമൻ ഇവരുടെ ദൈവമായിട്ട് മാറുന്നത്. പരശുരാമന്റെ ആയുധം മഴു, മുസോളിനിയുടെ ആയുധം മഴു. എന്തൊരു കണക്ഷനാണ് ഫാസിസവും പുരാണവും തമ്മിൽ.
ഇങ്ങനെ ഇവർ പുരാണത്തിനെ ദുർവ്യാഖ്യാനിച്ച് ഇന്ത്യൻ മനസ്സിലേക്ക് കയറും. ഇതൊക്കെ അംബേദ്കർ ആദ്യം കണ്ടു. അതുകൊണ്ടാണ് അംബേദ്കർ എന്ന് പറഞ്ഞാൽ അവർക്ക് പേടി. അതുകൊണ്ട് ചരിത്രപ്രദം മുഹൂർത്തങ്ങളെ നമ്മൾ തിരിച്ചറിയണം. അംബേദ്കർ പറഞ്ഞ ഇന്ത്യ ആശയങ്ങൾക്ക് ഇന്നും എന്നും പ്രസക്തിയുണ്ട്. ആ ആശയങ്ങളെ സാക്ഷാത്കരിക്കാനുള്ള പോരാട്ടമാണ് നമ്മുടെ മുന്നിൽ ഉണ്ടാകേണ്ടത്. ഭരണഘടനയുടെ എത്രയോ അനുച്ഛേദങ്ങളുണ്ട്, എത്രയോ ഫണ്ടമെന്റൽ റൈറ്റ്സ് ഉണ്ട്, എത്രയോ നിർദ്ദേശക തത്വങ്ങളുണ്ട്. അതൊക്കെ ഇന്ത്യയിൽ പലർക്കും വേണ്ടി ലംഘിക്കപ്പെടുന്നു. ഇവിടെ മനുഷ്യന് അടിസ്ഥാനമായിട്ട് നൽകപ്പെടേണ്ട മൗലിക അവകാശങ്ങൾ പോലും നിഷേധിക്കപ്പെട്ടിട്ടുള്ള രാജ്യമാണിത്. അതാണ് ഗാന്ധിജിയോട് അവസാനം അംബേദ്കർ പറയുന്നത് ബുദ്ധമതത്തിൽ ചേരുന്നതിന് മുൻപേ, മഹാത്മാവേ, അഭിമാനം നഷ്ടപ്പെട്ട കോടിക്കണക്കിന് ജനതയ്ക്ക് പട്ടയം കൊടുക്കാൻ നിങ്ങൾക്ക് പറ്റുമോ? എന്തിന്റെ പട്ടയം? മാനത്തിന്റെ പട്ടയം. മാനത്തിന്റെ പട്ടയമില്ലാത്തൊരു രാജ്യത്ത് എന്ത് ജനാധിപത്യമാണ് മഹാത്മാവേ? അങ്ങ് എനിക്ക് പട്ടയം തരുമോ? എൻ്റെ അഭിമാനത്തിന്റെ പട്ടയം. അങ്ങ് ഞാൻ ബഹുമാനിക്കുന്നു. പക്ഷെ എന്നെപ്പോലെ കോടിക്കണക്കിന് ജനതയുള്ള രാജ്യത്ത് ഞങ്ങളെ കണ്ടാൽ വെറുക്കുന്നു, ഞങ്ങളെ കല്ലെറിയുന്നു, ഞങ്ങളെ മാറ്റി നിർത്തുന്നു. ഈ രാജ്യത്ത് ഞങ്ങൾക്കില്ലാത്ത സ്വാതന്ത്ര്യമുള്ള രാജ്യത്ത് എൻ്റെ രാജ്യമാണെന്ന് പറയാൻ എനിക്ക് പറ്റുമോ മഹാത്മാവേ? അങ്ങ് പറയുന്നു നമ്മുടെ രാജ്യമെന്ന്. ആരുടെ രാജ്യം മഹാത്മാവേ? മറുപടി ഉണ്ടായില്ല ഗാന്ധിക്ക്. അതിപ്പോഴും അവശേഷിക്കുക. അപ്പൊ അങ്ങനത്തെ ഒരു ലോകത്തിൽ അംബേദ്കറുടെ ആശയങ്ങൾ വളരെ പ്രസക്തമുണ്ട്. മനുഷ്യനെ കാണുക, മനുഷ്യനെ സ്നേഹിക്കുക, മാനവികതയെ ചേർത്ത് പിടിക്കുക. അതിലൂടെ ഭരണഘടനയെ നമുക്ക് പുനർജീവിപ്പിക്കാനുള്ള നിതാന്ത പരിശ്രമം നമ്മൾ നടത്താം. ഇവരൊന്നും എഴുതിയതും പ്രസംഗിച്ചതൊന്നും വെറുതെയല്ല. കോടാനുകോടി മനുഷ്യന്മാരുടെ ജീവൻ ത്യാഗം ചെയ്തിട്ടാണ്. അതെങ്കിലും സ്മരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ പുതിയ ഒരു യുഗത്തിന് വേണ്ടിയിട്ടുള്ള പോരാട്ടം മനുഷ്യശക്തി നടത്തിയാൽ ഫാസിസം പരാജയപ്പെടും. അതിനായിരിക്കട്ടെ നമ്മുടെ ശ്രമമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ഉപസംഹരിക്കുന്നു. എല്ലാവിധ ആശംസകളും അർപ്പിക്കുന്നു.